പ്രതീകമായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഹിരണ്യകശിപുവിനെയും, സദ്വാസനയുടെ പ്രതീകമായിട്ടാണ് പ്രഹ്ലാദനെയും നമ്മുടെ മുമ്പിലേക്ക് ആചാര്യന്മാർ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഭാഗവതം 7-ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത് തന്നെ പരീക്ഷിത്ത് മഹാരാജാവിന്റെ ഒരു സംശയത്തോടു കൂടിയിട്ടാണ്. ശ്രീ പരീക്ഷിത്ത് ശ്രദ്ധാലുവായി ഭാഗവതം കേൾക്കുന്നു. പരീക്ഷത്തിനൊരു സംശയം, ഭഗവാന് ദേവന്മാരോട് പക്ഷപാതിത്വത്തോടുകൂടി പെരുമാറുന്നുണ്ടോ എന്നൊരു സംശയം ചില ചരിത്രമൊക്കെ കേട്ടപ്പോൾ. ഭഗവാന് പക്ഷാഭേദമുണ്ടോ? കാരണം ത്രിഗുണാതീതനായിരിക്കുന്ന സർവേശ്വരൻ, ഗുണങ്ങൾക്കൊക്കെ അതീതനായിരിക്കുന്ന ഭഗവാൻ, ഭേദഭാവരഹിതനായിരിക്കുന്ന ഭഗവാന് ഭേദബുദ്ധി ഉണ്ടാകുന്നത് ചിലരോട് പ്രിയം തോന്നുന്നു, ചിലരോട് പ്രിയം കുറയുന്നു എന്നൊരു സംശയം തോന്നിയതാണ്. ശുഭബ്രഹ്മർഷി പരീക്ഷത്തിനോട് ആ ചോദ്യത്തെ ആദ്യം അഭിനന്ദിച്ചു എന്നാണ്. നന്നായിരിക്കും ചോദ്യം. നമുക്ക് തന്നെ പുരാണങ്ങളിൽ ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയം തോന്നും, ഭഗവാന് ദേവന്മാരുടെ പ്രിയം കൂടുതലുണ്ടോ, അസുരന്മാരുടെ പ്രിയം കുറവുണ്ടോ എന്നൊക്കെ സംശയം തോന്നാം. അപ്പൊ അതിന് ഉത്തരമായിട്ട് ശുഭബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു, പരീക്ഷത്തെ, പ്രപഞ്ചം എന്ന് പറയുന്നത് ഗുണങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന്റെ പ്രത്യേകത സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ ഗുണങ്ങളോട് കൂടിയതാണ്. എല്ലാ ശരീരവും ഗുണങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുക. പക്ഷെ സർവേശ്വരനെ സംബന്ധിച്ച് ഗുണാതീതനാണ്. നമുക്കറിയാം, ഭഗവാനെ വിളിക്കാറുണ്ട് നിർഗുണൻ എന്ന് വിളിക്കും. നിർഗുണൻ എന്ന് വെച്ചാൽ ഭാഷയിൽ ഗുണമില്ലാത്തവൻ എന്ന് പറയുമെങ്കിലും ഇവിടെ നിർഗുണൻ എന്ന വാക്കിന്റെ അർത്ഥം ഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് നൽകിയിട്ടുള്ളത്. നിർഗുണനായിരിക്കുന്ന സത്വരജ തമോ ഗുണത്തിനും അതീതനായിരിക്കുന്ന ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന് യാതൊരു തരത്തിലുള്ള ഭേദബുദ്ധിയുമില്ല. ഭഗവാൻ ഗീതയിൽ തന്നെ ഒരു ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, സമൂഹം സർവഭൂതേഷു നമേ ദേഷ്യാസ്തി ന പ്രിയ ദേ ഭജന്തി തുമാം ഭക്തിയ മൈദേഷു ചാപ്യഹം എന്ന് ഗീതയിൽ ഒരു ശ്ലോകത്തിൽ കൂടി ഭഗവാൻ തന്നെ പറയുന്നു. ഭഗവാൻ പറയുന്നു, എനിക്ക് ആരോടും രാഗവുമില്ല, ദ്വേഷവുമില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ, എന്നെ ഭക്തിപൂർവം ഭജിക്കുന്നവരുടെ ഉള്ളിൽ ഞാൻ വസിക്കുന്നു, അവർ എന്നിലും വസിക്കുന്നു. ഇതാണ് പ്രത്യേകത. ഈശ്വരന് ഒരാളോടും ദേഷ്യവും പ്രിയവും ഇല്ലെങ്കിലും ഈശ്വരനെ പ്രിയമായിട്ട് കരുതുന്നവരോടൊപ്പം ഈശ്വരൻ വസിക്കുന്നു, ഭഗവാൻ അവരുടെ ഉള്ളിൽ വസിക്കുന്നു, അവർ ഭഗവാനോടൊപ്പം വസിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് ഈ ഭേദബുദ്ധി എന്നുള്ളത് നിസ്സാരമാണ്. ഭേദബുദ്ധി എന്നുള്ളതിന് പ്രസക്തിയില്ല, ഭഗവാനെ സംബന്ധിച്ച് പ്രസക്തിയില്ല. മാത്രമല്ല, ഓരോ കാലഘട്ടത്തിൽ ഓരോ ഗുണങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം ഉണ്ടാകുന്നു, ഓരോ ഗുണങ്ങളോട് കൂടി ഇവർക്ക് വിജയമുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അത് ഭഗവാനിൽ ആരോപിക്കേണ്ട കാര്യമില്ല, ഭഗവാനിൽ ആരോപിക്കേണ്ട ആവശ്യവുമില്ല എന്ന് പറയുക. അങ്ങനെ പരീക്ഷിത മഹാരാജാവിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയതിന് ശേഷം ഭഗവത് മാഹാത്മ്യം ഈ അസദ്വാസനയും സദ്വാസനയും തമ്മിൽ വേർതിരിച്ചുകൊണ്ടൊരു ഉപാഖ്യാനം ശുഭബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്. പൂർവകാലത്ത് നടന്ന ഒരു ഇതിവൃത്തത്തെ പറ്റി പറയുന്നു. രാജസൂയ മഹായാഗം കഴിഞ്ഞു. നമ്മളെ കേട്ടിട്ടുണ്ട്, പാണ്ഡവന്മാര് യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന മഹാകർമ്മമായ രാജസൂയയാഗം. രാജസൂയയാഗം കഴിഞ്ഞപ്പോ അതിന്റെ ഏറ്റവും അവസാന സന്ദർഭത്തിൽ യാഗത്തിൽ പങ്കെടുത്ത അതിശ്രേഷ്ഠരായിരിക്കുന്നവരെ ആദരിക്കണം.
കൊല്ലാതിരിക്കുക എന്നുള്ളൊരു സംശയം യാഗത്തിന്റെ യജമാനനായിരിക്കുന്ന യുധിഷ്ഠിരനുണ്ടായി. അപ്പോഴാണ് യുധിഷ്ഠിരന്റെ ഇളയ സഹോദരൻ പറഞ്ഞു, ജ്യേഷ്ഠ, സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുമ്പോൾ ആരെ ആരാധിക്കണമെന്നുള്ളതിന് സംശയത്തിന് യാതൊരു പ്രസക്തിയില്ല എന്ന് പറയുന്നു. അവിടെയാണ് ഭഗവാനെ വിശേഷമായി സിംഹാസനത്തിൽ എത്തി അഗ്രപൂജ എന്നൊരു പൂജ ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട് കേട്ടോ. ലോകം മുഴുവൻ വിജയിച്ച, ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിരുന്നയാളാണ് യുധിഷ്ഠിരൻ. അങ്ങനെയാണ് രാജസൂയവാദം നടത്തുന്നത്. ആ യുധിഷ്ഠിരന് എല്ലാം നഷ്ടപ്പെട്ട് വനത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യത്തെ പറ്റി ജ്ഞാനികൾ പറയുന്നത് ഈ സംശയം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടന്നതുകൊണ്ടാണ്, ഈശ്വര മഹാത്മ്യം കൃത്യമായിട്ട് ബോധ്യപ്പെടാത്തത് കൊണ്ടാണെന്ന് കൂടി പറയുന്നത്. അങ്ങനെ ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാനെ പൂജിച്ച് ഭഗവാന്റെ പാദം കഴുകി ഭഗവാന്റെ പാദതീർത്ഥം ശിരസിൽ ധരിച്ചു. മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് അത് പ്രോക്ഷിച്ചപ്പോ ശിശുപാലൻ ചാടി എഴുന്നേറ്റ് തർക്കം ഉണ്ടാക്കിയെന്നാണ്. ഇയാള് ഇതിന് യോഗ്യനാണോ? ഇയാള് പൂജിക്കാൻ യാതൊരു തരത്തിലുള്ള യോഗ്യതയുള്ളവനല്ല. മോഷണം, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷമാകാതെ ഒളിച്ചുപോയി താമസിക്കുന്നവരാണെന്നൊക്കെ ഭഗവാനെ, കൃഷ്ണനെ പരിഹസിക്കാൻ തുടങ്ങി. ശിശുപാലന്റെ കൂടെ കുറെ പേർ ചാടി എഴുന്നേറ്റു. പാണ്ഡവപക്ഷത്തും കുറച്ചു പേർ ചാടി എഴുന്നേറ്റ സമയത്ത് ഒരു മംഗളകർമ്മമാണ് യാഗം. ആ യാഗത്തിന്റെ അവസാനം ഒരു അമംഗളം നടക്കുന്നു. അത് അദ്ദേഹത്തിന് പ്രയോജനമാണെങ്കിലും ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് ശിശുപാലനെ വധിച്ചു എന്ന് മാത്രമല്ല, ശിശുപാലന്റെ ശരീരത്തിൽ നിന്നൊരു ചേതന ഉയർന്ന് ഭഗവാന്റെ ശരീരത്തിലേക്ക് ലയിക്കുകയും ചെയ്തു. യാഗമൊക്കെ സമംഗളം അവസാനിച്ചു. അത് കഴിഞ്ഞപ്പോ നാരദ മഹർഷിയോട് പാണ്ഡവന്മാരിൽ ജ്യേഷ്ഠനായ ചക്രവർത്തിയായിരിക്കുന്ന യുധിഷ്ഠിരൻ ചോദിച്ചു, ഭഗവാനെ, എനിക്കൊരു സംശയമുണ്ട്. ഇദ്ദേഹം ശിശുപാലൻ സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഭഗവാനെ പറ്റി നല്ലതായിട്ടൊന്നും പറഞ്ഞിട്ടില്ലേ? നിരന്തരം ആക്ഷേപവാക്കുകൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആളാണ് ശിശുപാലൻ. ഒരു സന്ദർഭത്തിൽ പോലും ഭഗവാനെ വിശേഷമായിട്ട് സ്മരിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഇയാൾക്ക് ഏകാന്ത ഭക്തന്മാർക്ക് പോലും കിട്ടാത്ത ഗതിയാണ് കിട്ടിയത്. കാരണം അനേകം പേര് ഭഗവത് പാദത്തെ ആശ്രയിച്ചുകൊണ്ട് എത്രയോ കാലങ്ങളായിട്ട് തപസ്സനുഷ്ഠിക്കുന്നു. അവർക്കൊന്നും കിട്ടാത്ത ഒരു ഗതി ശിശുപാലന് കിട്ടാനുള്ള കാരണം എന്താണ്? ഇവിടെ പ്രവൃത്തി അടിസ്ഥാനപ്പെടുത്തുമ്പോൾ ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് എന്താണ് വരേണ്ടത്? ഇവന്റെ നാവിൽ വെള്ളക്കുഷ്ഠം വന്ന് നരകത്തിൽ പതിക്കേണ്ടതാണ്. വേനൽ എന്ന് പറഞ്ഞ ഒരാളുടെ ഗതി ഉണ്ടാകേണ്ടതാണ്. എന്നിട്ടും എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചു. നാരദ മഹർഷി പരീക്ഷത്തിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനൊരു പൂർവകാരണമുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ സ്മരിക്കണമെങ്കിൽ ഭക്തിപരസ്പരം മാത്രം സ്മരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പല മാർഗത്തിൽ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ പ്രാപിക്കുന്നവർ ലോകത്തിലുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭക്തി എന്ന് പറയുന്നത് വിദ്വേഷം കൊണ്ടുണ്ടാകുന്ന ഭക്തിയാണ്. വിദ്വേഷം കൊണ്ട് ഭക്തി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നാരദ മഹർഷി പറഞ്ഞു ചിലപ്പോഴൊക്കെ ഉണ്ടാവും. ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്, ഈ ശത്രുവിനെ ഓർക്കുന്നത് പോലെ മിത്രത്തെ ഒരാൾ ഓർക്കാറില്ല. നമ്മളുടെ കടുത്ത ശത്രുവിനെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും, പക്ഷെ മിത്രത്തെ എങ്ങനെ ഓർക്കാറില്ല. ഒരു വിദ്വേഷം ഒരു ഭക്തിക്ക് കാരണമായി തീർന്നു. വ്യക്തിയോടല്ല, ഇവിടെ ഈശ്വരനോടാണ്. എങ്ങനെയാണെങ്കിലും ഭഗവത് സ്മൃതി ഉണ്ടെങ്കിൽ ഭഗവാനോട് പ്രാപിക്കാം.
ആ പ്രാപിക്കുന്ന മാർഗം പല മാർഗങ്ങളുണ്ട്. 5 മാർഗങ്ങളെ പറ്റി 6 മാർഗങ്ങളെ പറ്റി പറഞ്ഞു. കാമാത്, ദ്വേഷാത്, ഭയാത്, സ്നേഹാത്, ഭക്തിയാത്. കാമം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചവരുണ്ട്, വിദ്വേഷം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചവരുണ്ട്, ഭയം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചവരുണ്ട്, ദ്വേഷം കൊണ്ട് ഭഗവാനെ സ്നേഹം കൊണ്ട് പ്രാപിച്ചവരുണ്ട്. അങ്ങനെ പല മാർഗത്തിൽ പ്രാപിച്ചവരുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞു. ആരൊക്കെയാണ്? ഗോപ്യകാമാത് ഭയാത്കം സഹ, ദ്വേഷ്യാത് ചൈദ്യാദയോ ദവഃ, സംബന്ധാദുഷ്ണയഃ, സ്നേഹാദിയൂയം ഭക്തിയാവയം വിഭോ. യുധിഷ്ഠിരനോട് നാരദ മഹർഷി പറയാണ്, ഹേ യുധിഷ്ഠിര, ഏതു ഭാവത്തെ പ്രാപിച്ചിട്ടാണോ ഭഗവാനെ പ്രാപിക്കേണ്ടത് അങ്ങനെ പ്രാപിക്കാം. ഗോപ്യകാമാത്, ഗോപിമാരെങ്ങനെയാണ് ഭഗവത് ഭക്തരായി മാറിയത് നമുക്കറിയാം. ഒരിക്കൽ നാരദ മഹർഷിയോട് ഒരാൾ ചോദിച്ചു, ഭഗവാനെ, അങ്ങയുടെ അഭിപ്രായത്തിൽ ഭക്തിക്ക് ഒരു മാതൃകയായിട്ട് അങ്ങ് ലോകത്തോട് പറയുന്നത് ആരെ പറ്റിയാണ്? ഭക്തിയുടെ മാതൃകയായിട്ട് അവിടുന്ന് ലോകത്തോട് പറയുന്നത് ആരെ പറ്റിയാണ്? അതിന് നാരദ മഹർഷി പറഞ്ഞ, നാരദ മഹർഷി, ഭക്തി പ്രചാരകനായ നാരദ മഹർഷി പറഞ്ഞ ഉത്തരം യഥാ വ്രജഗോപികാനാം എന്നാണ്. അതായത് ഭക്തി, നാരദ മഹർഷി, പലരുടെ വീക്ഷണം പലതാണ്, പലരും പല ഉദാഹരണങ്ങൾ പറയാറുണ്ട്. പക്ഷെ നാരദ മഹർഷി പറഞ്ഞത് ഭക്തിക്കൊരു ഉദാഹരണം, ഒരു മാതൃക എന്ന് പറയുന്നത് ഗോപിമാരാണ്. ആ ഗോപികമാർ ഭഗവാനെ എങ്ങനെയാണ് പ്രാപിച്ചത് എന്ന് പറയുന്നത് ഗോപ്യകാമാത്, ആഗ്രഹം കൊണ്ടാണ് പ്രാപിച്ചത്. ഭയാത് കംസഹ, കംസനും ഭഗവാനെ പ്രാപിച്ചയാളാണ്. എങ്ങനെ? വേട്ടാവളിയൻ കൊണ്ടുവെക്കുന്ന ചെറിയ പുഴു വേട്ടാവളിയനെ സ്മരിച്ച് വേട്ടാവളിയനായി തീരുന്നത് പോലെയെന്ന് പറഞ്ഞു. വേട്ടാവളിയൻ എന്നൊരു ജീവിയെ പറ്റി നമുക്കറിയാമല്ലോ, വീട്ടിലൊക്കെ കൂടുവെക്കുന്ന ഒരു ജീവിയാണ്. ഈ വേട്ടാവളിയന്റെ സന്തതി പരമ്പര എന്ന് പറയുന്നത് മറ്റൊരു വേട്ടാവളിയനല്ല. വേട്ടാവളിയൻ എന്ത് ചെയ്യും? ഒരു കൂട് നിർമ്മിക്കും. നല്ല കശപ്പുള്ള മണ്ണ്, അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളത് എവിടുന്ന് കിട്ടും എന്നുള്ള കാര്യം. അതുകൊണ്ടുവന്ന് നന്നായിട്ടൊരു കൂട് നിർമ്മിക്കും. കൂട് നിർമ്മിച്ചിട്ട് കുറേ ദിവസം അതിന്റെ കാണില്ല. കുറേ ദിവസം കഴിയുമ്പോൾ എവിടുന്നോ ഒരു ചെറിയ പുഴുവിനെയും കൊണ്ടുവന്ന് ഇതിനുള്ളിലേക്ക് ഇടിച്ചു കയറ്റും. ഈ പുഴുവാണെങ്കിൽ എവിടെയോ വളരെ സന്തോഷത്തോടുകൂടി നുളഞ്ഞു തുളഞ്ഞിരുന്ന പുഴുവാണ്. ആ പുഴു ചെറിയ കൂട്ടിനകത്തിരിക്കുമ്പോൾ അതിന് അസ്വസ്ഥതയില്ല. അകത്ത് കയറിയിരിക്കുന്ന ഈ പുഴു വെളിയിലേക്ക് ചാടാൻ വേണ്ടി ഇങ്ങനെ വെളിയിലേക്ക് വരുമ്പോ ഈ വേട്ടാവളിയിൽ എന്ത് ചെയ്യും? ഒരടി വെച്ചു കൊടുക്കും. അപ്പൊ ഇയാൾ അകത്തേക്ക് വലിക്കും. വീണ്ടും വരണം നോക്കും, അപ്പോഴും അടി കൊടുക്കും, വീണ്ടും അകത്തേക്ക് വെച്ചിട്ട് കണ്ണു തുറന്നാൽ കാണുന്നത് ആരെയാണ്? വേട്ടാവളിയാണ്. കാണുമ്പോ തന്നെ ഭയം. ഇങ്ങനെ ഭയന്നിട്ട് എന്ത് ചെയ്യും? അകത്തേക്ക് അടി കൊണ്ട് വലിഞ്ഞ് കണ്ണടച്ചിരിക്കും. ഉള്ളിൽ എന്താ ചിന്ത? വേട്ടാവളിയൻ, 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 വേട്ടാവളിയൻ. ആ സമയത്ത് ഈ പുറത്തുള്ള വേട്ടാവളിയൻ എന്ത് ചെയ്യും? ഈ കൂടടച്ചിട്ട് പോകും. കുറേ ദിവസം കഴിയുമ്പോ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ കൂട് പൊട്ടിച്ച് പുറത്തു വരുന്നത് മറ്റൊരു വേട്ടാവളിയാണ്. വേട്ടാവളിയൻ വേട്ടാവളിയനെ സ്മരിച്ച് വേട്ടാവളിയനായി തീരുന്നത് പോലെ കംസൻ എങ്ങനെ പ്രാപിച്ചു? ഭയാത് കംസ. കംസന്റെ ചരിത്രമൊക്കെ നമ്മൾ പാരായണം ചെയ്തിരിക്കുന്നതല്ലേ ഉള്ളൂ, നമുക്കറിയാമല്ലോ. നിരന്തരം സ്മരണ. എന്താ സ്മരണ? കൃഷ്ണൻ എന്റെ കാലൻ, കൃഷ്ണൻ എന്റെ കാലൻ, കൃഷ്ണ 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 കൃഷ്ണ. ഭയാത് കംസ. ഇപ്പൊ കംസനെ പോലെയുള്ളവർ ഭയം കൊണ്ട് പ്രാപിച്ചു. ദേഷാത് ചൈദ്യാദയഃ, വിദ്വേഷം കൊണ്ട് പ്രാപിച്ചവരാണ് ശിശുപാലനെ പോലെയുള്ളവർ. വിദ്വേഷ വസ്തുവിനെ നിരന്തരം സ്മരിക്കുന്നു. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയേണ്ടത്, ഇവിടെ അദ്ദേഹത്തിന്റെ ഭാവം പറയുക. വിദ്വേഷം കൊണ്ട് ഭഗവാനെ പ്രാപിക്കുന്നു. വീണ്ടും പറഞ്ഞു സംബന്ധാത് വൃഷ്ണയഃ. യുധിഷ്ഠിര, അങ്ങേപ്പോലെയുള്ളവരും യാദവന്മാരും എല്ലാം എങ്ങനെയാണ് ഭഗവാനോട് പ്രാപിച്ചത്? വൃഷ്ണികൾ പ്രാപിച്ചത് സംബന്ധം കൊണ്ടാണ്. അങ്ങേപ്പോലെയുള്ളവർ പ്രാപിച്ചത് എങ്ങനെയാണ്? സ്നേഹം കൊണ്ടാണ്. പിന്നെയോ
വീണ്ടും പറഞ്ഞു യൂയം ഭക്ത്യാ വയം വിഭോ, സ്നേഹാദ് യൂയം ഭക്ത്യാ വയം വിഭോ, സ്നേഹം കൊണ്ട് നിങ്ങൾ ഭഗവാനെ പ്രാപിച്ചെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവര് ഭക്തി കൊണ്ട് പ്രാപിച്ചവരാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഭഗവത് സ്മരണ ഉണ്ടെങ്കിൽ ഭഗവാനോട് പ്രാപിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ നിരീശ്വരവാദികളെയും, നിരീശ്വരവാദം എന്നൊരു സമ്പ്രദായം സനാതനധർമ്മത്തിൽ ഒഴിച്ച് മറ്റൊരു മതത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. സനാതനധർമ്മം നിരീശ്വരവാദത്തെ എതിർക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിരീശ്വരവാദികളും നിരന്തരം ഈശ്വരനെ സ്മരിക്കുന്നവരാണ്. ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. നമ്മൾ തന്നെ അറിയാം, നമ്മുടെ സപ്താഹയിൽ നടക്കുന്ന നമ്മുടെ ക്ഷേത്രത്തില് ഒരു യുക്തിവാദിയെ വിളിച്ച് പ്രഭാഷണത്തിന് മൈക്ക് കൊടുത്താൽ അദ്ദേഹം ആദ്യം പ്രസംഗിക്കേണ്ട ഈശ്വരനില്ല, 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 ഈശ്വരനില്ല എന്ന് വെച്ചാൽ ആദ്യമേ വിളിക്കും ഈശ്വര 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 ഈശ്വര. ഇതുപോലെ പറഞ്ഞു വന്നത് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. ഈ മാർഗത്തിൽ കൂടി പ്രാപിച്ചവരാണ് ശിശുപാലനെ. ശിശുപാലനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പൂർവ്വചരിത്രം നമുക്കറിയാം. വൈകുണ്ഠനാഥൻ ഭഗവാനെ വിളിക്കുന്നു. വൈകുണ്ഠനാഥന്റെ ഭഗവാന്റെ വാസസ്ഥാനം വൈകുണ്ഠം. വൈകുണ്ഠം എന്ന് വെച്ചാൽ, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു ഭാവം നമ്മുടെ മുമ്പിലേക്ക് ആചാര്യന്മാർ നൽകിയിട്ടുണ്ട്. പാൽസമുദ്രം, പാലാഴി, അനന്തശായിയായിരിക്കുന്ന വിഷ്ണു, ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് നൽകിയിട്ടുണ്ട്. ആ പാൽസമുദ്രത്തിൽ വൈകുണ്ഠനാഥൻ എന്ന് വെച്ചാൽ വൈകുണ്ഠം എന്ന് തന്നെ അർത്ഥം. കുണ്ഠതയില്ലാത്ത സ്ഥാനം ഏതാണോ അവിടെയാണ് വൈകുണ്ഠം. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയാറുള്ളത് ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വൈകുണ്ഠപ്രാപ്തിയാണ്. വൈകുണ്ഠപ്രാപ്തി എന്ന് വെച്ചാൽ എന്താ? ആനന്ദം എന്നൊരു അനുഭവം. എല്ലാവരുടെയും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ആനന്ദാനുഭവമാണ്. ആനന്ദാനുഭവത്തിനാണ് ആചാര്യന്മാർ മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ വൈകുണ്ഠാനുഭവം എവിടെയുണ്ടോ ആ സ്ഥാനമെല്ലാം വൈകുണ്ഠമാണ്. യജ്ഞശാലയിൽ ഇരിക്കുമ്പോഴാണ് ഈ ആനന്ദമുള്ളതെങ്കിൽ യജ്ഞശാല വൈകുണ്ഠമാണ്. ക്ഷേത്രത്തിൽ വന്ന് ആരാധിക്കുമ്പോഴാണ് ഈ അനുഭവം ഉള്ളതെങ്കിൽ ക്ഷേത്രം വൈകുണ്ഠമാണ്. ഇനി അവനവന്റെ ജോലി കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ അനുഭവം ഉള്ളതെങ്കിൽ ആ ജോലി സ്ഥലം വൈകുണ്ഠമാണ്. കുണ്ഠതയില്ലാത്ത സ്ഥാനം ഏതാണോ അത് വൈകുണ്ഠം. ആ വൈകുണ്ഠനാഥന്റെ പ്രത്യേകത നേരത്തെ ഭഗവാൻ തന്നെ പറഞ്ഞു, എന്നെ സ്മരിക്കുന്നവരുടെ ഉള്ളിൽ ഞാൻ വസിക്കുന്നു, അവർ എന്നിലും വസിക്കുന്നു. ഭഗവാനെ ഉപാസിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ബൗദ്ധികമാകട്ടെ ഏത് തലത്തിലാണോ ആ തലത്തിലാണ് ഭഗവാൻ അനുഗ്രഹം. ഈശ്വര ആരാധകരായിരിക്കുന്ന ഈശ്വര വിശ്വാസികളായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭഗവത് ഉപാസനയുടെ ഉപാസകരെന്ന നിലയിൽ, ഭക്തരെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഉയർച്ചയിലും നമ്മളെ സംബന്ധിച്ച് എളിമയുണ്ടാകണമെന്നാണ്. ഇത് സാമ്പത്തികമാകട്ടെ, വിദ്യാഭ്യാസപരമാകട്ടെ, ബന്ധുത്വപരമാകട്ടെ, ജോലി സംബന്ധമാകട്ടെ, ഏത് തരത്തിലുള്ള പുരോഗതി ഉണ്ടാകുമ്പോഴും അതിൽ ഭഗവത് കൃപ നമ്മൾ കണ്ടുകൊള്ളണം. എന്റെ കഴിവുകൊണ്ടാണ്, എന്റെ ബുദ്ധി കൊണ്ടാണ്, എന്റെ പ്രവൃത്തി കൊണ്ടാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനെല്ലാം കേന്ദ്രം എന്ന് പറയുന്നത് ഈശ്വരൻ. ഈശ്വരൻ എന്ന മഹാചൈതന്യം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ എന്റെ ബുദ്ധിക്ക് പ്രസക്തിയില്ല, എന്റെ കഴിവിന് പ്രസക്തിയില്ല, ഞാൻ എന്നതിന് പോലും പ്രസക്തിയില്ല. ജീവിതത്തിൽ നമ്മളെല്ലാം ജീവിതത്തിൽ പല ഘട്ടത്തിൽ ഇങ്ങനെ മാറ്റം വരുമ്പോഴും ഉയർച്ചയുണ്ടാകുമ്പോഴും എന്ത് വേണം? ഞാൻ ഭഗവാന്റെ ലോകത്തിൽ വസിക്കുന്നു, ഭഗവത് കൃപയോടുകൂടി വസിക്കുന്നു, ഭഗവാൻ എനിക്ക് നൽകിയിരിക്കുന്ന രൂപത്തോടുകൂടി വസിക്കുന്നു, അതുപോലെ തന്നെ എന്നോടൊപ്പം ഈശ്വരനുണ്ടെന്ന ഭാവത്തോടുകൂടി വസിക്കുന്നു. സാലോക്യം, സാമീപ്യം, സാഷ്ടി, അതേപോലെ തന്നെ ആത്യന്തികമായിട്ട് സായുജ്യം, ഈ ഭാവത്തോടുകൂടി വേണം നമ്മൾ വസിക്കേണ്ടത്. ഭഗവാൻ എന്ത് ചെയ്തു? ഭക്തരെ അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഉയർത്തുന്നു. അങ്ങനെ ഉയർന്ന് വൈകുണ്ഠത്തിൽ പ്രാപിച്ച, വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന രണ്ടുപേരെ പറ്റി ഭാഗവതൻ പറഞ്ഞു. ഒന്ന് ജയൻ, രണ്ട് വിജയൻ, ജയവിജയന്മാർ. ജയവിജയന്മാർ ഇങ്ങനെ ഉയർന്നവരാണ്. ഭഗവത് കൃപ കൊണ്ട് ഭഗവത് ലോകത്തിലേക്ക് എത്തിച്ചേർന്ന, ഭഗവത് ലോകം എന്താണ്? വൈകുണ്ഠം, ആനന്ദസ്ഥാനം നടത്തി. ഈ ആനന്ദസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്ന ജയവിജയന്മാർക്ക് അധപ്പതനമുണ്ടായി, അസദ്വാസനവും. ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭക്തന് തന്നെ തന്നെയും കൊടുക്കുന്നു. അതാണല്ലോ ഗീതാ ശ്ലോകം.
എന്നെ ഭരിക്കുന്നവരുടെ ഉള്ളിൽ ഞാൻ വസിക്കുന്നു, അവർ എന്നിൽ വസിക്കുന്നു, അവരോടൊപ്പം ഞാൻ സദാ സ്നേഹിക്കും. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഭക്തദാസനാണ്. മഹാദേവൻ ഒരിക്കൽ പാർവതിയോട് പറഞ്ഞു, എന്റെ ഭക്തന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? കാലനെ ഭസ്മമാക്കി. എന്റെ ഭക്തന് വേണ്ടി ഞാൻ കാലനെ ഭസ്മമാക്കി, സൂര്യനോട് കോപിച്ചു. ഭഗവാന്റെ ഭാവമാണ്, ഈശ്വരഭാവമാണ്. അപ്പൊ ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ നേട്ടങ്ങൾ, കോട്ടങ്ങൾ നമ്മുടെ പോരായ്മയായിട്ട് തന്നെ വിലയിരുത്തണം കേട്ടോ. അത് ഈശ്വരന്റെ തലയിൽ കൊണ്ടുവയ്ക്കണം. ഇങ്ങനെ ഉയർന്ന വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേർന്നവർ ആനന്ദം എന്താ? ആരോടും വിദ്വേഷമില്ലാത്ത, ഉള്ളിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകുന്ന അനുഭവമാണ് ആനന്ദം എന്ന് പറയാം. നമ്മുടെ എല്ലാം ജീവിതത്തിലെ പരമലക്ഷ്യം എന്ന് പറയുന്നത് ആനന്ദമാണ്. പക്ഷെ അത് എല്ലാവർക്കും എല്ലാ സമയവും കിട്ടണമെന്നില്ല. ചില സന്ദർഭങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അത് സമ്പൂർണമായിട്ട് നമുക്ക് ലഭിക്കാൻ ജീവിതയാത്രയിലെ ഓരോ സമയത്തും, സെക്കൻഡിൽ ഓരോ അംശത്തിലും നമുക്ക് ഈ ആനന്ദാനുഭവം ഉണ്ടാകണമെന്നാണ്. എന്താണ് ആനന്ദം എന്ന് വെച്ചാൽ? പൂർണ്ണത, ശാന്തി, സമാധാനം, സന്തോഷം, ഇതെല്ലാം കൂടിച്ചേർന്ന് ആനന്ദം എന്ന അനുഭവം. ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നു, ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുന്നു, കൈകൂപ്പി കണ്ണു തുറന്ന് ഭഗവത് സ്വരൂപത്തെ കാണുന്നു. ഭഗവത് സ്വരൂപത്തെ കണ്ട് നമ്മൾ കണ്ണടച്ച് നമ്മുടെ ഉള്ളിൽ കാണുമ്പോൾ ആദ്യത്തെ 4 സെക്കൻഡ് സമയം നമുക്കൊരു അനുഭവമുണ്ട്. അനുഭവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നും പറയാനില്ല, ഒന്നും ചോദിക്കാനില്ല, ഒന്നും വാങ്ങാനില്ല, എന്തെന്നില്ലാത്ത ഒരു സംതൃപ്തി. ഇതാണ് ആനന്ദം. ഈ ആനന്ദം അനുഭവത്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഉപാസന മുഴുവൻ. ഈ ആനന്ദം 5 സെക്കൻഡ് സമയം മാത്രം കിട്ടിയാൽ പോരാ, എപ്പോഴും കിട്ടണം. ഈ ആനന്ദ ലോകമാണ് വൈകുണ്ഠം. ഈർഷയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ആശങ്കയില്ലാത്ത, ആവലാതിയില്ലാത്ത, സമ്മർദ്ദങ്ങളില്ലാത്ത സ്ഥാനമാണ് വൈകുണ്ഠം. ഒരു അനുഭവമാണ് കേട്ടോ, അല്ലാതെ ഇന്ന സ്ഥലത്ത് തോന്നുന്നതാണ്. ഈ വൈകുണ്ഠത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെ പ്രാപിച്ചവരാണ് ദേവീദേവന്മാർ. ഇനി കിട്ടാൻ എന്താ ഉള്ളത്? ഭഗവാനിലേക്ക് ലയിക്കൽ. അപ്പൊ എന്താന്ന് വെച്ചാല്, ഈ വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേർന്ന് ഭഗവത് സ്വരൂപികളായി മാറിയപ്പോൾ ഇവരുടെ ഉള്ളിൽ അഹമുണ്ടായി, അഹങ്കാരം. അഭിമാനം ഉണ്ടാകണം നമുക്ക്. പക്ഷെ അഭിമാനം ഒരിക്കലും എന്താകരുത്? അഹങ്കാരമായി മാറരുത്. കാരണം അഭിമാനവും അഹങ്കാരം തമ്മിൽ വ്യത്യാസമുണ്ട്. അഭിമാനം എന്താ? ഞാൻ പോയി, ഞാൻ എടുത്തു, എന്റെ വീട്, എന്റെ കുടുംബം, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ സ്ഥാനമാനങ്ങൾ, എന്റെ ബന്ധുക്കൾ, ഇതൊക്കെ അഭിമാനം. പക്ഷേ എന്നെ പോലെ കുടുംബം വേറെ ആർക്കും ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. എന്നെ പോലെ അറിവ് മറ്റാർക്കും ഇല്ല, എന്നെ പോലെ സമ്പത്ത് മറ്റാർക്കും ഇല്ല, എന്നെ പോലെ ബന്ധുക്കൾ മറ്റാർക്കും ഇല്ല, എന്നെ പോലെ ഉള്ള ഭാവങ്ങൾ മറ്റാർക്കും ഇല്ല. ഇതിന് പേര് അഹങ്കാരം എന്ന് പറയും. ഒരാളിൽ അഹങ്കാരം ഉണ്ടാകാനുള്ള കാരണം എന്താ? അഹങ്കാരം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ശരീരം നിത്യമാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് അഹങ്കാരത്തിന് കാരണം. ഈ ശരീരം എപ്പോഴും ഇതുപോലെ ഇരിക്കും. ചിലപ്പോൾ അങ്ങനെ ധരിക്കുന്നുണ്ട്. എന്റെ ആരോഗ്യത്തിന് മാറ്റമില്ല, എന്റെ സൗന്ദര്യത്തിന് മാറ്റമില്ല, എന്റെ എപ്പോഴും ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ശ്രദ്ധിക്കണം, മാറ്റമില്ലാത്തത് ശരീരത്തിനല്ല, ആത്മചൈതന്യത്തിനാണ് മാറ്റമില്ലാത്തത്. പക്ഷെ തെറ്റിദ്ധരിക്കുന്നു. എന്റെ ആരോഗ്യം എപ്പോഴും ഇതുപോലെ ഇരിക്കും, സൗന്ദര്യം ഇതുപോലെ ഇരിക്കുന്ന തെറ്റിദ്ധാരണ. അപ്പൊ എന്തായാലും ഇവിടെ ഈ അഭിമാനം അഹങ്കാരമായി മാറി. ഭഗവാന്റെ കൃപയിൽ അഭിമാനം ഉണ്ടായിട്ടുള്ളൂ നമുക്കെല്ലാം. കാരണം ജീവിതയാത്രയിൽ എന്ത് വേണം? പുല്ലായി മാറണം. പുല്ലിനെ പോലെ ആവണമെന്ന് പറയും. എന്താ പുല്ലിനെ പോലെ ആവണമെന്ന് പറഞ്ഞാൽ എളിമയുള്ളവരായി മാറണം. മലയാള ഭാഷയിൽ നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് പറയും, പോടാ പുല്ലെന്നൊക്കെ പറയും. പക്ഷെ പുല്ല് നിസ്സാരമല്ല, പുല്ലിനെ പോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വസ്തു ഇറങ്ങി. അവിടെ ഇതുപോലെ ആയിത്തീരണമെന്നാണ് മനുഷ്യൻ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഓരോന്ന് നേടുമ്പോഴും ഓരോന്ന് അനുഭവിക്കുമ്പോഴും ഇങ്ങനെയായി മാറും. അപ്പൊ ഈ അഭിമാനം ഒരിക്കലും അഹങ്കാരമായി മാറരുത്. അഭിമാനം അഹങ്കാരമാകാൻ ആരംഭിക്കുമ്പോൾ ഭഗവാനിലേക്ക് സമർപ്പിക്കണം. ദേവജയന്മാർക്ക് എന്താ സംഭവിച്ചത്? അഭിമാനം അഹങ്കാരം. എന്താ അഹങ്കാരം? ഞങ്ങളെക്കാട്ടിൽ വലുതായിട്ടുള്ള ഭക്തർ വേറെ ആവില്ല. നോക്കൂ, സപ്താഹയജ്ഞത്തിൽ നമ്മൾ വന്നിരിക്കുന്നു, ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നു, വർഷങ്ങളായിട്ട് വരുന്നു. ഞങ്ങളെക്കാട്ടിൽ വലുതായിട്ടുള്ള ശ്രോതാക്കൾ ആരുമില്ല, അഹങ്കാരമാണ്. പ്രഭാഷണം ചെയ്യുന്നു, എന്നെക്കാട്ടിൽ വിഷയം പഠിക്കുന്ന വേറെ ആരുമില്ല, അഹങ്കാരമാണ്.
അപ്പൊ എനിക്ക് ഭഗവത് കൃപ കൊണ്ട് വരാൻ സാധിക്കുന്നു, ഭഗവത് കൃപ കൊണ്ട് പറയാൻ സാധിക്കുന്നു, ഭഗവത് കൃപ എന്നുള്ള ഭാവം. അപ്പൊ അഹങ്കാരം വർദ്ധിച്ചാൽ എന്താ വിഷയം? ഒരു പ്രശ്നമുണ്ട്. അഹങ്കാരം ഒരാൾ പൊന്തിയാൽ എന്താ അഹങ്കാരത്തിന് കാരണം? ശരീരം നിത്യമാണെന്നുള്ള തെറ്റിദ്ധാരണ അഹങ്കാരത്തിന് കാരണം. അപ്പൊ അഹങ്കാരം ഒരാളിൽ പൊന്തിയാൽ ഒരു വലിയ വിഷയമുള്ളത്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കില്ല, ആദരിക്കേണ്ടവരെ ആദരിക്കില്ല. ഒരു വലിയ പ്രശ്നം അതുവരെ ഇതൊക്കെ ഉണ്ടാവും. അഹങ്കാരം ആരിലാണോ ഉയരണത്, അഹങ്കാരം എല്ലാവരും കേട്ടോ, ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉയരണത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആദരിക്കേണ്ടവരെ ആദരിക്കില്ല, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കില്ല. അപ്പൊ അഹങ്കാരം ഉണ്ടാകുന്നുള്ള വിഷയമാണ്. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് വൈകുണ്ഠ ലോകത്തിലേക്ക് സൃഷ്ടിയുടെ ആദ്യത്തിൽ ബ്രഹ്മദേവൻ സൃഷ്ടിച്ച 4 പേർ. സൃഷ്ടി വൈഭവത്തെ അന്വേഷിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ചെല്ലുമ്പോൾ മനസ്സിലാകും ആദ്യത്തെ സൃഷ്ടി 4 പേരാണ്. അവരുടെ പേരാണ് സനകാദികൾ. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. എന്താ പ്രത്യേകത? 5-6 വയസ്സുള്ള കുട്ടികളെ പോലെ ആനന്ദമത്തരായി സഞ്ചരിക്കും. 2 മാർഗം ആധ്യാത്മിക ശാസ്ത്രം എന്ന് പറയുന്നത്, പ്രവൃത്തി മാർഗവും 2 നിവൃത്തി മാർഗവും. അത് നിവൃത്തി മാർഗത്തിന്റെ ആചാര്യന്മാരാണ് സനകാദി മഹർഷി. നോക്കൂ, ഈ സനകാദി മഹർഷിമാർക്ക് വേണ്ടി മാത്രമാണ് സാക്ഷാൽ ശ്രീശങ്കരൻ ഒരു രൂപത്തെ സ്വീകരിച്ചത്. അത്രയ്ക്ക് ജ്ഞാനി. സാക്ഷാൽ ശ്രീശങ്കരൻ, സനകാദി മഹർഷിമാരുടെ ചരിത്രം പറയാറുണ്ട്. സനകാദി മഹർഷിമാർ ഒരിക്കൽ ബ്രഹ്മവിദ്യ എന്നൊരു വിദ്യ അഭ്യസിക്കണം, അറിയില്ല. ഈ ബ്രഹ്മവിദ്യ പഠിക്കാൻ വേണ്ടി ഒരു ഗുരുനാഥനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ സനകാദി മഹർഷിമാർക്ക് ഗുരുനാഥനെ പറ്റി ഒരു മുൻധാരണയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗുരുനാഥൻ ചെറുപ്പമായിരിക്കണം, ഗുരുനാഥൻ ബ്രഹ്മചാരി ആയിരിക്കണം. ഗുരുനാഥനെ അന്വേഷിച്ച് ചെന്നു. അച്ഛനായ ബ്രഹ്മദേവന്റെ അടുത്ത് പോയി നമസ്കരിച്ചു. നേരെ വൈകുണ്ഠത്തിൽ ചെന്നു. വൈകുണ്ഠത്തിൽ ചെന്നപ്പോ അവിടെ ബ്രഹ്മചാരി അല്ലല്ലോ വിഷ്ണു ഭഗവാൻ. വിഷ്ണു ഭഗവാനുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്, ഭൂമി ദേവിയുണ്ട്. അവിടുന്ന് നേരെ ഒരു ഗുരുനാഥനെ അന്വേഷിച്ചിട്ട് കൈലാസത്തിൽ ചെന്നപ്പോൾ എന്താ കാഴ്ച? സാധാരണ സ്ഥലങ്ങളിൽ സത്യലോകത്തും വൈകുണ്ഠ ലോകത്തും പത്നിമാർ ഭഗവാനോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ കൈലാസത്തില് സാക്ഷാൽ മഹാദേവൻ ശങ്കരിയെ തന്റെ മടിയിലിരുത്തി ദർശനം കൊടുത്തു. മഹാദേവനെയും പാർവതിയെയും വന്ദിച്ചിട്ട് സനകാദി മഹർഷിമാർ നമസ്കരിച്ച് സുഖിച്ച് തിരികെ നടന്നപ്പോ പാർവതീ ദേവി മഹാദേവനോട് ചോദിച്ചു, ഭഗവാനെ കഷ്ടമാണ് കേട്ടോ. എന്താ കഷ്ടം? ഭക്തന്മാരായ സനകാദി മഹർഷിമാർ ബ്രഹ്മവിദ്യ അഭ്യസിക്കണമെന്ന ആഗ്രഹം കൊണ്ട് അവരൊരു ഗുരുനാഥനെ അന്വേഷിച്ച് നടക്കുമ്പോ ഈ സർവേശ്വര അങ്ങേക്ക് അവരുടെ ഇച്ഛപ്രകാരം ഒരു സ്വരൂപത്തെ സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചു. സനകാദി മഹർഷിമാർ ഇങ്ങനെ നിരാശരായി വനത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ തെക്കോട്ട് നോക്കിയിരിക്കുന്ന തർക്കമുദ്രയോടുകൂടിയിരിക്കുന്ന ഒരു സ്വരൂപം, ഒരു യൗവന സ്വരൂപം. ആ സ്വരൂപമാണ് വിഖ്യാതമായ ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി എന്ന മഹാഗുരുവായിട്ട് മഹാദേവൻ അവതാരം സിദ്ധിച്ച് തന്നെ സനകാദി മഹർഷിമാർക്ക് ബ്രഹ്മോപദേശം നൽകാനാണ്. വൃക്ഷം വടതലോ മൂലേ വൃദ്ധ ശിഷ്യ ഗുരുയുവ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ എന്ന് പറയും. അപ്പൊ സനകാദി മഹർഷിമാർ ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ അടുത്ത് നമസ്കരിച്ചു. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഇരുന്നു, കണ്ണുകളിലേക്ക് നോക്കിയിരുന്നപ്പോഴെന്താ? വൃദ്ധ ശിഷ്യ, ശിഷ്യന്മാർ വൃദ്ധരായ കുറെ പേരാണ്. ഗുരു യുവാവാണ്. ഭഗവാന്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നു. ശിഷ്യാസ്തു ചിഹ്ന സംശയ. കാരണം എന്താ? ഒരു സംശയം ഉണ്ടായില്ല, കൃത്യമായിട്ട് ബ്രഹ്മവിദ്യ ഉള്ളിലേക്ക് പ്രവഹിച്ചു. ഇതിനത് പറഞ്ഞതെന്ന് വെച്ചാൽ സനകാദി മഹർഷിമാരുടെ മഹാത്മ്യം അത്രയ്ക്ക് വലുതാ. അപ്പൊ ഈ സനകാദി മഹർഷിമാര് വൈകുണ്ഠ ലോകത്തിൽ പലപ്പോഴും പോകാറുണ്ട്. ആദ്യമായിട്ടാണ് പോകാറുണ്ട്. അവരുടെ സംശയമൊക്കെ ഭഗവാനോട് ചോദിക്കാറുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ ഈ ദേവീയന്മാര് വളരെ ആദരവോടുകൂടി സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇത്തവണ എന്താ സംഭവിച്ചത്? സനകാദി മഹർഷിമാർ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ
ദേവികന്മാര് പരസ്പരം തീരുമാനിച്ചു ഇത്തവണ ഇവരെ അകത്തേക്ക് കടക്കി വിടണ്ട. കാരണം എന്താ, എല്ലാ തവണ അകത്തേക്ക് പോവുക, എന്തൊക്കെയോ സംസാരിക്കുക, തിരിച്ചു പോവുക, അത് സ്ഥിരം പരിപാടിയാ. ഇത്തവണ വേണ്ട. കാരണം എന്താ, അഹങ്കാരത്തിന്റെ ഭാഗം. സനകാദിമഹർഷിമാർ എടുത്തു വന്നപ്പോൾ ഇവർ തടഞ്ഞു. സ്വതവേ ശാന്തസ്വരൂപികളാണ്, കോപിഷ്ഠരല്ല. സ്വതവേ ശാന്തസ്വരൂപികളായ കോപിഷ്ഠരല്ലാത്ത സനകാദിമഹർഷിമാർ ചോദിച്ചു എന്നാണ്. എന്താ കാരണം? അകത്തേക്ക് പോകാൻ പറ്റില്ല. എന്താ കാരണം? ദേവിജയന്മാർ പറഞ്ഞു, ഭഗവാൻ ഉറങ്ങുക. നമ്മൾ നോക്കൂ, ശരിയാണ്, ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണ്. പക്ഷെ ആരോടാണ് പറയുന്നത്? ലോകവ്യവഹാരത്തിൽപ്പെട്ടിരിക്കുന്ന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെ ലോകത്തിലെ കണ്ടും കേട്ടും രുചിച്ചും മണത്തും അനുഭവിച്ചിരിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ നിലം വിശ്വസിച്ചേക്കാം. പക്ഷേ ആരോടാ പറയുന്നത്? ജ്ഞാനികളോടാണ് പറയുന്നത്. അപ്പൊ സനകാദിമഹർഷികൾ പറഞ്ഞു, ഉറക്കം ശരീരത്തിനാണ്, ആത്മാവ് ഉറങ്ങില്ല. നമ്മൾ തിരിച്ചു, ദാഹം എന്തിനാ ഉണ്ടാകുന്നത്? ശരീരത്തിനാണ്. ക്ഷീണം ശരീരത്തിനാണ്. വിശപ്പ് ശരീരത്തിനാണ്. രോഗം ശരീരത്തിനാണ്. ആത്മാവിന് ഇത് വല്ലതും ബാധകമാണോ? ഒരു ബാധകമല്ല. നമ്മുടെ ആത്മവസ്തുവിന് ക്ഷീണം ബാധകമല്ല, ദാഹം ബാധകമല്ല, വിശപ്പ് ബാധകമല്ല എന്ന് മാത്രമല്ല, അത് ഉറങ്ങിയാൽ നമ്മളില്ല. നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നു. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്നിരിക്കുന്നവൻ ഉറങ്ങിപ്പോയാൽ നമ്മളുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമോ? എഴുന്നേൽക്കില്ലേ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെല്ലാം വീട്ടിൽ പോയി രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നു. സുഖമായിട്ട് ഉറങ്ങുന്ന നമ്മളെ രാവിലെ ആരും വിളിച്ചില്ലെങ്കിലും എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ട്? സമയം താമസിച്ചാലും സുഖമായി ഒന്നും അറിയാതെ ഉറങ്ങുന്ന നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലൊന്നും ഉറങ്ങാതെ ഇരിക്കുന്നതുകൊണ്ടാണ്. ആ ഉള്ളിലൊന്ന് ഉറങ്ങാതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഉണരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ എത്രയോ കർമ്മങ്ങൾ നമ്മൾ അറിയാതെ നടക്കുന്നു. ശ്വാസോച്ഛ്വാസം നമ്മൾ ഇത്രയും പേര് ഇരിപ്പുണ്ട്. പല പ്രായത്തിൽ ഉള്ളവരാണ് നമ്മളെല്ലാം. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി ഒരു സെക്കൻഡ് സമയം പോലും നമ്മൾ മാറ്റിവെച്ചു. എന്റെ ശരീരത്തിലെ ഹൃദയസ്പന്ദനം നന്നായിട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു സെക്കൻഡ് സമയം മാറ്റിവെച്ചിട്ടില്ല. രക്തസംക്രമണം നന്നായി പോട്ടെ എന്ന് വിചാരിച്ച് മാറ്റിവെച്ചിട്ടില്ല. എന്താ കാരണം? ഇതൊക്കെ ആരാ നടത്തണം? ഉള്ളിലൊന്നും ഉറങ്ങാതെ ഇരിക്കും. അത് ഉറങ്ങിപ്പോയാൽ പിന്നെ നമ്മളില്ല. അതുവരെയുള്ള എല്ലാ ബന്ധവും, അച്ഛൻ എന്ന ബന്ധം, അമ്മ എന്ന ബന്ധം, ഭാര്യ, ഭർത്താവ്, മക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഈ ബന്ധമെല്ലാം അത് ഉള്ളിലിരിക്കുന്ന കാലമാണ്. അത് ഉപേക്ഷിച്ചു പോയാൽ പിന്നെ എന്താ ശരീരത്തിന്റെ അവസ്ഥ? ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല, ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല. വളരെ കഷ്ടമാണ്. അതുവരെ അഭിമാനത്തിനോട് നടന്നേ, എന്റേത്, ഞാൻ എന്നൊക്കെ അഭിമാനം. അത് ഉപേക്ഷിച്ചു പോയാൽ എന്താ? നേരത്തോട് നേരം കഴിയുമ്പോ വിഘടിക്കും ശരീരം. എന്തൊക്കെയായി തീരും? ഒന്നുകിൽ അഗ്നിയിൽപ്പെട്ട് ഭസ്മമായി തീരും, മണ്ണിൽ കുടിച്ചിട്ടാൽ മണ്ണിൽ വളമായി തീരും. ഇനി മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണമായിട്ട് കൊടുത്താലോ അതിനെ ഭക്ഷിച്ചിട്ട് അതിന്റെ മലം വെറുതെ ഇട്ടിരുന്നാലോ ചീഞ്ഞളിഞ്ഞ് പുഴുക്കളായിട്ട് തീരും. അത്ര നിസ്സാരമാണ് നമ്മുടെ എല്ലാം ദേഹം. ആ ദേഹത്തിൽ നമ്മളെല്ലാം അഭിമാനത്തോടുകൂടി, എന്റേത്, ഞാൻ എന്ന അഭിമാനത്തോടുകൂടി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ആത്മചൈതന്യം മുന്നിലുണ്ടാവുക. അതുകൊണ്ടാണ് ഈശ്വരൻ ഇല്ലെങ്കിൽ നമ്മളില്ല എന്നും നമ്മളില്ലെങ്കിലും ഈശ്വരൻ ഉണ്ട് എന്നും പറയുന്നതിന്റെ കാരണമാണ്. ഇപ്പൊ സനകാദിമഹർഷിമാർ പറഞ്ഞു, ആത്മാവ് ഉറങ്ങണില്ല. ആത്മാവ് ഉറങ്ങിയപ്പോഴേ നമ്മളുണ്ടോ? ആലോചിച്ചു നോക്കൂ. ആത്മാവ് ഉറങ്ങിപ്പോയാൽ നമ്മൾ എങ്ങനെയാ ഉണരുക? നമുക്ക് ഉറങ്ങാൻ കണ്ണുണ്ടെങ്കിൽ കാണാമെന്ന് പറയുന്നു. അങ്ങനെ ഡെഡ് ബോഡി എന്തുകൊണ്ട് കാണുന്നില്ല? ഈ ചെവി ഉണ്ടെങ്കിൽ കേൾക്കാമെന്നേ, ഡെഡ് ബോഡി എന്താ കേൾക്കാത്തത്? കാലുകളിൽ സഞ്ചരിക്കാമെങ്കിൽ ഡെഡ് ബോഡി സഞ്ചരിക്കണമല്ലോ. ഹൃദയവും വൃക്കകളും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിക്കാമെങ്കിൽ ഡെഡ് ബോഡി ഇതെല്ലാം ഉണ്ടല്ലോ. ആലോചിച്ചു. അപ്പൊ ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ചേതനയുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ ബലം.
ഹരിനാമകീർത്തനത്തിൽ ഭാഷാവിധ പറയാം, കണ്ണായ കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായതിന് ഒരു പൊരുൾ. ഈ പൊരുളില്ലെങ്കിൽ കണ്ണുകൊണ്ട് പറയാനില്ല, ശരീരം കൊണ്ട് പറയാനില്ല, മനസ്സൊന്നുമില്ല. അപ്പൊ ആത്മാ അത് ഈശ്വരൻ. ഈ ആത്മചൈതന്യത്തിന്റെ സാന്നിധ്യം ആത്മാവ് ഇല്ലെങ്കിൽ നിലനിൽക്കില്ല. ഈ ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതില്ല. അങ്ങനെയുണ്ട് കേട്ടോ. എവിടെ ഇരിക്കുന്നു? ജ്ഞാനികൾ പറയാറുണ്ട്, നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഈശ്വരൻ ഒരു കുസൃതി കാട്ടി എന്ത് ചെയ്തു? സൃഷ്ടിച്ചിട്ട് കാണാൻ സാധിക്കുന്ന കണ്ണിനെ പുറത്തോട്ട് വെച്ചു, കേൾക്കാൻ സാധിക്കുന്ന ചെവിയെ പുറത്തോട്ട് വെച്ചു, രുചിക്കാൻ സാധിക്കുന്ന നാക്കിനെ പുറത്തോട്ട് വെച്ചു, ക്രാണിക്കാൻ സാധിക്കുന്ന മൂക്കിനെ പുറത്തോട്ട് വെച്ചു, സ്പർശിക്കാൻ സാധിക്കുന്ന ത്വക്കിനെയും പുറത്തോട്ട് വെച്ചിട്ട് അകത്ത് കയറിയിരുന്നു. എങ്ങനെ കാണും? അതുകൊണ്ട് ഈശ്വരൻ ഒരു പേര് കൊടുത്തു, അധോക്ഷജ. അധോക്ഷജൻ, ഈ അക്ഷരങ്ങളെ പുറത്തേക്ക് വെച്ച് അകത്ത് കയറിയിരിക്കുന്നത്. അപ്പൊ ഈ ചേതന ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം മാത്രമാണ് നിലനിൽപ്പ്. ഇവിടെയാണ് ലോകത്തിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അധികം കടപ്പാട് ആരോടാണുള്ളത്? ഈശ്വരനാണ്. ഭക്തൻ അതുകൊണ്ട് പറഞ്ഞു, ത്വമേവ മാതാച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. എന്റെ അച്ഛനെ അച്ഛൻ വിളിക്കുന്നത് അച്ഛന്റെ ഉള്ളിൽ ചൈതന്യമുള്ളത്. അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നത് അമ്മയുടെ ഉള്ളിൽ ചൈതന്യം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ ഡെഡ് ബോഡി എന്ന് പറയും, അച്ഛന്റെ മൃതശരീരം എന്ന് പറയും. ഞാൻ ധനം സമ്പാദിക്കുന്നത് എന്റെ ഉള്ളിൽ ചൈതന്യം ഉള്ളതുകൊണ്ട്, ഞാൻ അറിവ് നേടുന്നത് എന്റെ ഉള്ളിൽ ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ആത്മാ, ആ ചൈതന്യം, ആ ചൈതന്യത്തെയാണ് നമ്മുടെ മുമ്പിൽ പലേ ഭാവത്തിൽ ആരാധിക്കണം. ഏകം സത് വിപ്രാബഹുത വദന്തി എന്ന് പറയും. പറഞ്ഞു, ആത്മാവ് ഉറങ്ങണില്ല, ശരീരത്തിന് ഉറങ്ങുണ്ടാകും. പക്ഷേ ഇത് കേൾക്കാൻ അഹങ്കാരികളായവർക്ക് ബോധം ഉണ്ടാകുമോ? ഇല്ല. അപ്പോഴാണ് സനകാദിക മഹർഷിമാരോട് പറഞ്ഞു, അതും ഞങ്ങൾക്കറിയില്ല, അകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. സനകാദിക മഹർഷിമാർ ശപിച്ചു. എന്താ ശാപം? നിങ്ങള് ആസുര സ്വഭാവം കാണിക്കുന്നത്. അസുര സ്വഭാവം, അസുക്കളിൽ അതിപ്രീതിയുള്ളവരെ അസുരന്മാരെന്ന് പറയും. അസുക്കൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ എന്നൊരു അർത്ഥമുണ്ട്. അസുക്കൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് അർത്ഥം. എന്താ ഇന്ദ്രിയ വിഷയങ്ങൾ? കണ്ണിന്റെ വിഷയം രൂപം, ചെവിയുടെ വിഷയം ശബ്ദം, നാവിന്റെ വിഷയം രുചി, മൂക്കിന്റെ വിഷയം ഗന്ധം, അതേപോലെ ത്വക്കിന്റെ വിഷയം സ്പർശം. ഇതിനോട് അമിതപ്രീതിയുള്ളവരെല്ലാം അസുരന്മാരാണ്. നമ്മളതുകൊണ്ടാണ് അസുരന്മാരല്ലാത്തത്. നമുക്ക് ഇതിനോട് പ്രീതിയുണ്ട്, കാണുന്നതിനോട് പ്രിയമുണ്ട്, കേൾക്കുന്നതിനോട് പ്രിയമുണ്ട്, രുചിക്കുന്നതിനോട് പ്രിയമുണ്ട്, മണക്കുന്നതിനോട് പ്രിയമുണ്ട്, സ്പർശിക്കുന്നതിനോട് പ്രിയമുണ്ട്. പക്ഷേ നമുക്ക് ഈ പ്രിയം ഈ വിഷയങ്ങളിൽ ഉണ്ടെങ്കിലും അമിതമല്ലാത്തത് കൊണ്ടാണ് നമ്മളെ അസുരന്മാരെന്ന് വിളിക്കാറ്. ഇതാണ് ലോകമെന്നും ഇതാണ് ആത്യന്തികമായിരിക്കുന്ന സുഖഭോഗമെന്നും വിശ്വസിക്കുന്നവരാണ് അസുരന്മാരെന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മാത്രമല്ല, ശരീരത്തിൽ അത്യധികം അഭിമാനത്തോടുകൂടിയിരിക്കുന്നു. ശരീരത്തിൽ അഭിമാനം ഉണ്ടാകണം. പക്ഷേ അഭിമാനം എന്തായി മാറണം? ശരീരം നിലനിൽക്കുന്നത് ചൈതന്യത്തിന്റെ സാന്നിധ്യം കൊണ്ടാണെന്ന ബോധം ഉണ്ടാവണം. അപ്പോൾ ശരീരത്തിന് മാറ്റം, ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു, മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. മാറാത്തതൊന്നു മാത്രമേ ഉള്ളൂ, ആത്മചൈതന്യത്തിന് മാറ്റമില്ല. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അസുരന്മാരുടെ സ്വഭാവം കാണിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അസുരയോനിയിൽ ജനിക്കണം. നോക്കണം, ജീവിതത്തിൽ നമുക്കെല്ലാം അറിയാം, ഉയരാൻ വളരെ കഠിന പ്രയത്നം വേണ്ടി വരും. പക്ഷെ അധപ്പതിക്കാൻ അധികം പ്രയാസമേ ഇല്ല, എളുപ്പമാണ്. കാരണഭ്രാന്തൻ കണ്ടുരുട്ടി മലയ്ക്ക് മുകളിലേക്ക് കയറ്റുന്നു. വളരെ പ്രയാസപ്പെട്ട് കുറെ മണിക്കൂറുകൾ കൊണ്ട് കല്ലുരുട്ടി മലയ്ക്ക് മുകളിലേക്ക് കയറ്റി അവിടെ ചെന്നിട്ട് കല്ല് തട്ടി താഴെയിടുമ്പോൾ 4 സെക്കൻഡ് കൊണ്ട് താഴെ വരുന്ന കല്ലിനെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന നിസ്സാരമായ ഒരു സന്ദേശമല്ല അദ്ദേഹം ലോകത്തിന് കൊടുത്തത്. കാരണം ജീവിതത്തിൽ ഉയരാൻ കഠിനമായി പരിശ്രമിച്ചേ പറ്റൂ, അധപ്പതിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ ഒരു പ്രത്യക്ഷ ഭാവം ഇവിടെ കാണാം. കാരണം എന്താ? വൈകുണ്ഠ ലോകത്തിൽ ഏറ്റവും ഉയർന്നുയർന്ന് ഉന്നതമായ സ്ഥാനത്ത് ചേർന്നവരെന്തായി മാറി? അവർ അധപ്പതിക്കാൻ. അപ്പോഴാണ് വിഷ്ണു ഭഗവാൻ ലക്ഷ്മി സമേതനായി പ്രത്യക്ഷനായി. ഭഗവാനെ സനകാദിക മഹർഷിമാരും ജൈവിജയന്മാരും നമസ്കരിച്ചിട്ട് സനകാദിക മഹർഷിമാർ ചോദിച്ചു, സർവേശ്വര, ഞങ്ങളുടെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു ശാപവാക്ക് വൈകുണ്ഠ ലോകത്തിൽ വെച്ച് വരാനുള്ള കാരണം എന്താണ്? ഇത് വൈകുണ്ഠ ലോകമാണ്, അവിടുത്തെ സ്ഥാനമാണ്, ആനന്ദസ്ഥാനമാണ്. ഈ ആനന്ദസ്ഥാനമായിരിക്കുന്ന ഇവിടെ ഈ ദേവിജയന്മാരെ ഞങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങൾ അസുരന്മാരായി പോകട്ടെ എന്നൊരു ശാപം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ
ഭഗവാൻ പറഞ്ഞു, സനകാദി മഹർഷിമാരെ അത് ഞാൻ നിശ്ചയിച്ചതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്ക് അറിയാമല്ലോ, ഒരു നാമുണ്ട്, കരണം കാരണം കർത്ത. കാര്യവും കാരണവും ആരാണ്? അവനാണ്. ഭഗവാൻ തന്നെ നിശ്ചയിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അസുരയോനിയിൽ പോയി ജനിക്കും. ഒരു ജന്മമാണോ? അല്ല, 3 ജന്മം. നോക്കൂ, ഉയരാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് ഉയർന്നു കഴിയുമ്പോൾ വീണ്ടും എന്താ? 3 യുഗങ്ങളിലായിട്ട് ജനനം. 3 യുഗങ്ങളിലായിട്ട് ജനനം. നോക്കൂ, നമ്മളെല്ലാം മനുഷ്യരായിട്ടിരിക്കുന്നു. മനുഷ്യജന്മം ശ്രേഷ്ഠജന്മമായിട്ട് പറയുന്നു. ഈ ജന്മം കൊണ്ട് തീരണം. ഇനിയൊരു ജന്മത്തിലേക്കുള്ള വാസനകളെ വെച്ചേക്കരുത്, അല്ലെങ്കിൽ ഇതുപോലെ തീരും. കാരണം എന്താ? ആദ്യ ജന്മം ത്രേതായുഗത്തിൽ, രണ്ടാമത്തെ ജന്മം കൃതയുഗത്തിൽ, രണ്ടാമത്തെ ജന്മം ത്രേതായുഗത്തിൽ, ആദ്യത്തെ ജന്മം കൃതയുഗത്തിൽ, മൂന്നാമത്തെ ജന്മം ദ്വാപരയുഗത്തിൽ, ഇങ്ങനെയായി തീരും. ഈ 3 ജന്മങ്ങളിലും നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? ഒന്ന് മോചിപ്പിച്ചു കൊള്ളാമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ അവർ ഭൂലോകത്തിൽ വന്നു എന്നാണ്. ആദ്യ ദൈത്യന്മാരായിട്ട് ജനിച്ചു. അവരാണ് ആദ്യത്തെ ദൈത്യന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. ഹിരണ്യാക്ഷൻ, ഹിരണ്യം എന്നാൽ സ്വർണം, ധനത്തിൽ കണ്ണുള്ളവൻ. ഹിരണ്യകശിപു ധനം കിടക്കയാക്കിയിരിക്കുന്നവൻ. ലോകത്തിലെ സുഖഭോഗങ്ങളിൽ മാത്രം ആസക്തിയുള്ളവൻ. ലോകത്തിലെ സുഖഭോഗങ്ങൾക്ക് ഒരു പ്രത്യേകത. നമ്മളെല്ലാം പല സുഖം അനുഭവിക്കുന്നവരാണ്. വസ്ത്രസുഖം, ഭക്ഷണസുഖം, ഗൃഹസുഖം, സന്താനസുഖം, സുഹൃസുഖം, വാഹനസുഖം, ഭാര്യാഭർത്തൃ സുഖം, ഇങ്ങനെ പല സുഖങ്ങൾ നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ട്. ഈ സുഖത്തിനൊരു പ്രത്യേകതയുള്ളത്, ഈ സുഖം നിത്യമല്ല. നമ്മൾ ഈ ലോകത്ത് എന്തെല്ലാം സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നുവോ അതിന്റെ ഒരു പ്രത്യേകത, ഒന്നുകിൽ അതെല്ലാം നമ്മളെ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിട്ടുപോകും. ലോകസുഖത്തിന്റെ ഒരു പ്രത്യേകത. ലോകസുഖത്തോട് അത്യാസക്തിയുള്ളവൻ ഹിരണ്യകശിപു. അതാണ് ലോകത്തിനെ, സുഖഭോഗങ്ങളെ കിടക്കയാക്കിയവൻ, സ്വർണത്തെ കിടക്കയാക്കിയവൻ, ധനത്തെ കിടക്കയാക്കിയവൻ. ഹിരണ്യകശിപു എന്ത് ചെയ്തു? രണ്ടുപേരും ഒരേ ബലമുള്ളവരാണ്. നമ്മൾ ഇന്നലെ വരാഹാവതാരം പാരായണം ചെയ്തു. തന്റെ സഹോദരന്റെ മരണശേഷം ഹിരണ്യകശിപു താനും സഹോദരനും തുല്യബലമുള്ളയാളാണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തു? എന്നിട്ടും തന്റെ സഹോദരനെ വിഷ്ണു വധിച്ചല്ലോ, അതുകൊണ്ട് കൂടുതൽ ശേഷി നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു? നേരെ പോയി തപസ് ചെയ്തു. ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ബ്രഹ്മദേവനെ കഠിനമായ തപസ്, വിശേഷമായ തപസ് ചെയ്തു. ബ്രഹ്മദേവനെ തപസ് ചെയ്തപ്പോൾ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? കഠിനമായ തപസ്സിന്റെ തീവ്രതയൊക്കെ ഭാഗവതം പറയുന്നുണ്ട്. ആ തപസ്സിന്റെ തീവ്രഭാവത്തിൽ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോ അസുരന്മാര് പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു വരമുണ്ട്. ആ വരം തന്നെ ഹിരണ്യകശിപുവും ചോദിച്ചു. ഒരിക്കലും എനിക്ക് മരണമുണ്ടാകും. മരണമുണ്ടാകരുതെന്ന് പറയാൻ കാരണം, സ്വന്തം ശരീരത്തിൽ ആസക്തരായിട്ട് എന്നും നിലനിൽക്കണം, എല്ലാ സുഖവും തനിക്ക് മാത്രം ഉണ്ടാകണം, മറ്റുള്ളവർക്ക് സുഖം ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുമോ എന്നുള്ളത് എന്റെ വിഷയമേ അല്ല. ഇങ്ങനെ ചിന്തിക്കുന്ന അസുരഭാവമാണ്. എന്നും ഇതുപോലെ ആരോഗ്യത്തിന് മാറ്റം ഉണ്ടാകരുത്, സൗന്ദര്യത്തിന് മാറ്റം ഉണ്ടാകരുത്, ധനം ക്ഷയിക്കരുത്, സുഖഭോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം, ഒന്നും ക്ഷയം ഉണ്ടാകരുത്. നടക്കുന്ന കാര്യമെന്ന് വെച്ചാലല്ല. ലോകമെന്ന് പറയുന്നത് വൃദ്ധിക്ഷയങ്ങളോട് കൂടിയതാണ്. വൃദ്ധിയും ക്ഷയമില്ലെങ്കിൽ ലോകമില്ല, സുഖവും ദുഃഖവും ഇല്ലെങ്കിൽ ലോകമില്ല. അതിന്റെ പ്രത്യേകത. അപ്പൊ എന്തായാലും ഹിരണ്യകശിപു വരം ചോദിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു നടക്കില്ല. കാരണം മൃത്യു ഉണ്ടാകാതെ ഇരിക്കേണ്ട വരം തരണമെങ്കിൽ എനിക്ക് മൃത്യു ഇല്ലാത്ത ആളായിരിക്കണം. എനിക്ക് ഒരു ആയുസുണ്ട്. അതൊരു ചെന്ന് വേണമെങ്കിലും വരം തരാം. നോക്കൂ, അസുരന്മാർ ശരീരാഭിമാനികൾ, അത്യഭിമാനികളായിട്ടുള്ളവരുടെ എല്ലാം ഭാവമാണ്. അങ്ങനെ ഹിരണ്യകശിപു വളരെ ആലോചിച്ചിട്ട് വരം ചോദിച്ചു. ആ വരം നമുക്കെല്ലാം അറിയാം. എന്നെ അകത്ത് വെച്ചു കൊല്ലരുത്, പുറത്തു വെച്ചു കൊല്ലരുത്, പകല് കൊല്ലരുത്, രാത്രിയിൽ കൊല്ലരുത്, പിന്നെയോ ജീവനുള്ളവ വെച്ച് എന്നെ വധിക്കരുത്, ജീവൻ ഇല്ലാത്തവ കൊണ്ട് എന്നെ വധിക്കരുത്. ജീവനുള്ളവ കൊണ്ട് വധിക്കരുത്, ജീവൻ ഇല്ലാത്തവ കൊണ്ട് വധിക്കരുത്. ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽ നിന്നോ ബ്രഹ്മദേവൻ അല്ലാത്ത ആരെങ്കിലും സൃഷ്ടിച്ചതോ എന്നെ കൊല്ലരുത്.
ഈ ലോകത്തിന്റെ മുഴുവൻ സർവപാലകൻ എന്ന പദവി എനിക്കുണ്ടാകണം. പിന്നെ തീർന്നില്ല, എല്ലാ ശരീരത്തിന്റെയും ഉടമസ്ഥൻ ഞാനായിരിക്കണം. കൂട്ടത്തിൽ ഒരു വരം ചോദിച്ചു, എന്നെ അന്തരീക്ഷത്തിൽ വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്. ആ വരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമി തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കും. അനന്തമായ സ്പേസിലാണ് ഭൂമി നിൽക്കുന്നത്. ഭൂമി ഉൾപ്പെടുന്ന ഗ്രഹങ്ങളല്ല. എവിടെ വെച്ച മരണം, ഒരു കാരണവശാലും തനിക്ക് മരണം ഉണ്ടാകരുത്. ഇങ്ങനെ ഏകക്ഷത്രാധിപതിയായി വരം വാങ്ങി ലോകത്തെ എല്ലാം കീഴ്പ്പെടുത്തി. സമൃദ്ധി എല്ലാം ഉണ്ടായിരുന്ന പറയാം. ഐശ്വര്യമുണ്ടായിരുന്നു, ബലമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രമില്ല, സംതൃപ്തി മാത്രമില്ല. നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഓരോന്നും നേടുന്നത് അത് കിട്ടാൻ വേണ്ടി മാത്രമല്ല, അതുമൂലമുണ്ടാകുന്ന സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. സംതൃപ്തി ഇല്ലെങ്കിൽ ലോകം മുഴുവൻ നമ്മുടെ സ്വന്തമായിട്ട് ഒരു പ്രയോജനമില്ല. സംതൃപ്തി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അവനവന്റെ സംതൃപ്തി എവിടെ ഉണ്ടാകും? ഉള്ളിലുണ്ടാകും. അത് ഞാൻ നേടിയത് കൊണ്ട് എന്റെ ഉള്ളിൽ സംതൃപ്തി ഇല്ല എങ്കിൽ നേടിയിട്ട് എന്ത് പ്രയോജനം? അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഐശ്വര്യം ഉണ്ടായിരുന്നു, ഭാവങ്ങൾ ഉണ്ടായിരുന്നു, ബന്ധുബലം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ സംതൃപ്തി മാത്രം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മാത്രമല്ല, എന്ത് ചെയ്തു? ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ലക്ഷ്യത്തെ പറ്റിയും അടിസ്ഥാനത്തെ പറ്റിയും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് പുരുഷാർത്ഥങ്ങൾ എന്ന പേര് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥങ്ങളിൽ ധർമ്മത്തെയും മോക്ഷത്തെയും ഹിരണ്യകശിപു കൊടുത്ത് കളഞ്ഞു. ധർമ്മത്തെയും മോക്ഷത്തെയും ഹിരണ്യകശിപു കൊടുത്ത് കളഞ്ഞിട്ട് പകരം രണ്ടേ രണ്ട് വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശുക്രാചാര്യരുടെ 2 മക്കളെ ആചാര്യന്മാരായിട്ട് ഒരു പാഠശാലയും സ്ഥാപിച്ചു. ഷണ്ടൻ, അമർക്കൻ എന്ന 2 പേർ. എന്താ പഠിപ്പിക്കുന്നത്? അർത്ഥം, അതേപോലെ കാമം. ധനം സമ്പാദിക്കണം, ആഗ്രഹം പൂർത്തീകരിക്കണം. പിന്നെയോ എങ്ങനെയും ധനം സമ്പാദിച്ചുകൊള്ളുക, എങ്ങനെയും ആഗ്രഹം പൂർത്തീകരിച്ചുകൊള്ളുക. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ച ലോകത്തിന് നാശം. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ധർമ്മത്തിന്റെയും മോക്ഷത്തിന്റെയും ഇടയിൽ കൊണ്ടുവച്ചിട്ട് അർത്ഥകാമങ്ങൾ രചിക്കുക. വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. നോക്കൂ, നമുക്കെല്ലാം ആഗ്രഹങ്ങൾ. ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിൽ സുഖമുണ്ടാകണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം. 1, ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കണം. 2, ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ധനത്തെ സമ്പാദിക്കണം. ഇത് 2 ആവശ്യം. പക്ഷേ ഇത് മാത്രമാണ് ജീവിതം എന്ന് വെച്ചാൽ അവസ്ഥ. ഈ ധർമ്മത്തിനും മുക്തിക്കും ഇടയിലായിരിക്കണം അർത്ഥകാമങ്ങൾ. അല്ലെങ്കിൽ എന്താ സംഭവിക്കും? ധൃതരാഷ്ട്രനെ പോലെയും അതേപോലെ പാണ്ഡുവിനെ പോലെയും ആയി മാറും. ധൃതരാഷ്ട്രന്റെ അവസ്ഥ എന്താ? അർത്ഥത്തിനു വേണ്ടി, ധനത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ആർക്കു വേണ്ടി? മക്കൾക്ക് വേണ്ടി. സ്വന്തം സഹോദരന്റെ പുത്രന്മാരെ കള്ളച്ചൂത് പരാജയപ്പെടുത്തി അവരെ 12 വർഷം വനത്തിലയച്ചു. 1 വർഷം ആര് വരെ താമസിച്ചു. തിരിച്ചു വരുമ്പോൾ എല്ലാം തിരിച്ചു കൊടുക്കാൻ ധാരണ. ഇവിടെ തിരിച്ചു വന്നപ്പോൾ കൊടുത്തില്ലേ? പക്ഷെ എന്തായി? അർത്ഥത്തിനു വേണ്ടി ആർക്കു വേണ്ടിയിട്ടാണോ താൻ പ്രവർത്തിച്ചത് അവരെല്ലാം തന്റെ കൺമുമ്പിൽ തന്റെ മക്കൾ ഓരോരുത്തരായിട്ട് നശിച്ചു പോകുന്നത് ആർക്ക് കാണേണ്ടി വന്നു? ധൃതരാഷ്ട്രന് കാണേണ്ടി വന്നു. അപ്പൊ അർത്ഥം സമ്പാദിച്ചത് വളരെ നല്ലത് തന്നെ. പക്ഷെ അത് മറ്റുള്ളവരെ കബളിപ്പിച്ചോ മറ്റുള്ളവരെ നശിപ്പിച്ചോ ആയാൽ അത് അവനവന് നാശം. ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ആഗ്രഹം കൊണ്ടാണ് ലോകം ഉണ്ടായത്. ആഗ്രഹം കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ആഗ്രഹമില്ലെങ്കിൽ ലോകമില്ല. പക്ഷേ ഇവിടെ ആഗ്രഹത്തിന് നിയന്ത്രണം ഉടകറണ്ട. എന്റെ ഉള്ളിൽ പൊന്തുന്ന ആഗ്രഹം എന്നെ നശിപ്പിക്കുന്നതാകരുത്. പാണ്ഡു എങ്ങനെയാ മരിച്ചത്? ഇത് പൂർവ്വകാലത്താണ് പറഞ്ഞത്. എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം എന്നെ നശിപ്പിക്കരുത്. പാണ്ഡുവിന്റെ മരണം എന്തുകൊണ്ടാണ്? പാണ്ഡുവിന്റെ ഒരു ശാപം കിട്ടി, സ്ത്രീയെ കാമരൂപേണ സ്പർശിക്കരുത്. എന്നിട്ട് പാണ്ഡു എന്ത് ചെയ്തു? കാട്ടിൽ പോയി താമസിച്ച് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ദിവസം മാദ്രി, എന്റെ 2ാമത്തെ പത്നിയായിരിക്കുന്ന മാദ്രി സ്നാനം കഴിഞ്ഞ് ഈറൻ വസ്ത്രത്തോട് വരുന്ന കണ്ടപ്പോൾ പാണ്ഡുവിന് കാമാവേശമുണ്ടായി, ശാരീരികമായ അഭിനിവേശമുണ്ടായി. മാദ്രിയുടെ നേരെ ഓടിച്ചത്. തന്റെ നേരെ ഓടി വരുന്ന ഭർത്താവിനോട് മാദ്രി പറയുന്നുണ്ട്, വരരുത്, എന്നെ തുടരുത്, അങ്ങ് മരിച്ചു. പക്ഷെ എന്താ വിഷയം? തന്റെ ഉള്ളിലെ കാമത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. മാദ്രി ആലിംഗനം ചെയ്ത് മരിച്ചു.
എന്തിനത് പറഞ്ഞെന്ന് വെച്ചാല് ആഗ്രഹങ്ങളും ധനസമ്പാദനവും ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. പക്ഷേ അത് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അപ്പൊ ഇത് മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതമല്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എല്ലാം ഉണ്ടായിരുന്നു, ഇവിടെ സംതൃപ്തി മാത്രമല്ല. മാത്രമല്ല പറഞ്ഞു ഞാനാണ് ഈശ്വരൻ. അതെ, ഞാനാണ് ഈശ്വരൻ. ഞാനല്ലാതെ മറ്റൊരു ഈശ്വരനില്ല. ആരാ പറയണത്? മറ്റൊരാളെ തപസ് ചെയ്ത് വരം വാങ്ങി സിദ്ധി വാങ്ങിയെന്ന് പറയുകയാണ് ഞാനല്ലാതെ മറ്റൊരു ഈശ്വരനില്ല. ഇനി നാരായണെന്നോ നമശിവായെന്നോ ജപിക്കാൻ പാടില്ല. നാരായണ ജപിച്ചാലോ, നാരായണ ജപിച്ചാൽ നാരായണ ജപിക്കുന്നവന്റെ നാവറുത്ത് കളയണം. നോക്കൂ, എപ്പോഴും ജപിക്കുന്ന ആരാധനാണ്. ചാരന്മാരെയൊക്കെ യേശു നാരായണ ജപിക്കുന്നവരെ പിടിച്ച് കെട്ടി തല വെട്ടിക്കളയുക, കൈയും കാലം മുറിക്കുക, പീഡിപ്പിക്കുക. അപ്പോ ഒരു 2-3 ചാരന്മാർ വന്ന് പറഞ്ഞു, രാജാവേ, ഒരാള് മാത്രം അങ്ങ് പറച്ചിട്ടും നാരായണ ജപിച്ചുകൊണ്ട് നടക്കുക. ഹിരണ്യകശിപു ആരാണ്? അത് അങ്ങയുടെ എപ്പോഴും വരാറുണ്ട്, അയാളാണ് നാരദനാണ്. ശരി, അവനെ പിടിച്ചു കെട്ടിയല്ലോ കൊണ്ടു. നാരദ മഹർഷിയെ ചാരന്മാർ എവിടുന്നോ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി. നാരദനോട് ചോദിച്ചു, നാരദരെ, എന്റെ ശത്രുവിന്റെ നാമം ഉച്ചരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ല. എന്നിട്ട് അങ്ങ് എന്തിനാണ് ഈ അവന്റെ നാമം ജപിച്ചുകൊണ്ട് നടക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണല്ലോ ചാരന്മാർ പറഞ്ഞല്ലോ, അവൻ നാമം ജപിച്ചു, അവന്റെ നാമം ജപിക്കുന്നുണ്ട്. അതാണോ? അത് വേറൊന്നുമല്ല. ഞാനിങ്ങനെ ലോകത്തെല്ലാം സഞ്ചരിച്ചപ്പോ ഞാൻ കണ്ട ഒരു കാര്യം പാടിക്കൊണ്ട് നടന്നു. എന്താ പാടിയത്? നാരദ മഹർഷി പറഞ്ഞു, ഞാൻ കണ്ടതെന്താ? ഞാൻ ലോകത്തെല്ലായിടത്തും സഞ്ചരിച്ചു. ലോകത്തെല്ലാം സഞ്ചരിച്ചപ്പോൾ കണ്ട ഒരു കാര്യം ഞാൻ പാടി. അതേ ഉള്ളൂ. എന്താ പാടിയത്? നാരായണ 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 നാമമെങ്ങും കേൾപ്പാനില്ലല്ലോ. എത്ര തവണ ജപിക്കുന്ന അറിയോ? ഇതാണോ അത് പാടിക്കോ? ഇങ്ങനെ ഏകഛത്രാധിപതിയായിരിക്കുന്ന ഇയാളുടെ പീഡനം സഹിക്കവയ്യാതെ ദേവന്മാരെല്ലാം ഭഗവാനെ സമീപിച്ചപ്പോൾ ഭഗവാന്റെ ശബ്ദം കേട്ടു. എപ്പോഴാണോ ഹിരണ്യകശിപു എന്റെ ഭക്തനായ നിർവൈര്യനായിരിക്കുന്ന പ്രഹ്ലാദനെ ഉപദ്രവിക്കുന്നത്, അന്ന് എത്ര വരബലമുള്ളവനാണെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു? കാലം കടന്നുപോയി. ഹിരണ്യകശിപുന് 5 മക്കളാണ്. ഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, പ്രഹ്ലാദൻ എന്ന 4 പുത്രന്മാരും സിംഹിക എന്ന പേരായ പുത്രി. അതിൽ പ്രഹ്ലാദന്റെ ഗുണത്തെ പറ്റി പറയുന്നത് പ്രഹ്ലാദൻ ഹ്ലാദ, ആ ശബ്ദത്തിന് ആനന്ദം എന്നർത്ഥം. ആനന്ദത്തിൽ വർദ്ധിക്കും, എപ്പോഴും ആനന്ദമാണ്. പ്രഹ്ലാദനെ പറ്റി ഭാഗവതം പറയുന്നു, പ്രകൃഷ്ട ഹ്ലാദ യസ്യ ഇതി പ്രഹ്ലാദ. ശ്രേഷ്ഠമായ ആനന്ദം അനുഭവിക്കുന്നവൻ പ്രഹ്ലാദൻ. പിന്നെയോ പ്രകർഷണേണ ഹ്ലാദയതി ഇതി പ്രഹ്ലാദ. മറ്റുള്ളവർക്ക് ആനന്ദം നൽകുന്നവൻ, അത് പ്രഹ്ലാദനാണ്. പ്രഹ്ലാദന്റെ ഗുണത്തെ പറ്റി ഭാഗവതത്തിൽ പറയുന്നു, ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധോ ജിതേന്ദ്രിയ ആത്മവഃ സർവഭൂതാനാം ഏകപ്രിയ സുഹൃത്തമഃ. അദ്ദേഹം ആരായിരുന്നു? ബ്രഹ്മജ്ഞാനികളോട് ബഹുമാനമുള്ളയാളായിരുന്നു. ശീലസമ്പന്ന, പെരുമാറ്റം കൊണ്ട്, ഭാവങ്ങൾ കൊണ്ട്, സൗശീല്യം കൊണ്ട് ശ്രേഷ്ഠനായിരുന്നു. സത്യസന്ധ, പറയുന്നതെല്ലാം സത്യമായിരുന്നു. ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം. ലോകത്തില്ലാത്തതാ ഇന്ദ്രിയങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം. സമാജത്തിൽ എല്ലാവർക്കും ഇല്ല. അത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. നോക്കൂ, നമ്മളെല്ലാം ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളെ നമ്മുടെ മനസ്സാണോ നിയന്ത്രിക്കുന്നത്, നമ്മൾ മനസ്സിനെയാണോ നിയന്ത്രിക്കണം? സ്വയം ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇന്ദ്രിയങ്ങളിൽ പൂർണ്ണ നിയന്ത്രണമുള്ള ആത്മവഃ സർവഭൂതാനാം ഏകപ്രിയ സുഹൃത്തമഃ. തന്നെ പോലെ മറ്റ് സകല ജീവികളെയും കണ്ടയാളായിരുന്നു പ്രഹ്ലാദൻ. ദാസവന്നതദ്യാഗ്രേ, ആര്യ ശ്രേഷ്ഠ പുരുഷന്മാരുടെ പാദങ്ങളിൽ ദാസഭാവത്തോട് നമസ്കരിച്ചിരുന്ന ആളായിരുന്നു. ഭ്രാതൃവ സദൃശേ സ്നിഗ്ധ, തന്നെ പോലെയുള്ളവരിൽ സഹോദര സ്നേഹമുള്ളയാളായിരുന്നു. പിന്നെയോ ഗുരു ഈശ്വരഭാവന, ഗുരുക്കന്മാരെ ഈശ്വരഭാവത്തോടുകൂടി കണ്ടവനായിരുന്നു അദ്ദേഹം. പിന്നെയോ അദ്ദേഹം
എപ്പോഴും സങ്കടമില്ലാത്തയാളായിരുന്നു എന്ന് പറയുന്നു. സങ്കടമെന്ന അനുഭവമില്ലാത്തയാളായിരുന്നു, വിരക്തിയുള്ളയാളായിരുന്നു. പിന്നെയോ വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീ ഗതിഃ. ഭഗവാൻ ശ്രീവാസുദേവനിൽ നൈസർഗികമായ ഭക്തി. നമ്മൾക്കെല്ലാം അങ്ങനെയാണ് കേട്ടോ. നമ്മളെല്ലാം നൈസർഗികമായ ഭക്തി നമ്മുടെ ഉള്ളിൽ, നൈസർഗികീ ഗതിഃ, നമ്മുടെ ഉള്ളിൽ ജന്മനാഥനൊരു പ്രിയമുണ്ട് ഈശ്വരനോട്. അത് കൂടുതലുള്ള ആളായിരുന്നു അദ്ദേഹം. നൈസർഗികീ ഗതിഃ, നൈസർഗികമായിരിക്കുന്ന ഭക്തിയുള്ള ആളായിരുന്നു. പിന്നെയോ എപ്പോഴും ഭഗവാൻ തന്റെ കൂടെയുണ്ട് എന്നുള്ള ഭാവം, എപ്പോഴും അങ്ങനെയായിരുന്നു. പിന്നെയോ സ ഉത്തമ ശ്ലോകപദാരവിന്ദയോ നിഷേവയാകിഞ്ചന സങ്കലദ്ദയ തന്വൻ പരാം നിർവൃതിമാത്മനോ മുഹുർ ദുസ്സംഗിനാന്യ മനഃശമം യഥാത്. ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദ സ്മരണ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു, മഹത്വങ്ങളുടെ സ്വാധീനം കൊണ്ട്. പ്രഹ്ലാദനും പഠിച്ചത് ഈ ഗുരുകുലത്തിലാണ്. കുറെ നാളിങ്ങനെ പഠിച്ചു. ഗുരുകുല സമ്പ്രദായം നമുക്കറിയാം, പണ്ട് കാലത്ത് അങ്ങനെയാണ്. അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അച്ഛനോട് അമ്മയെ എടുത്തു കൊണ്ടുപോയി അമ്മ കുളിപ്പിച്ച് അലങ്കരിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അച്ഛൻ്റെ അടുത്തേക്ക് കഴിച്ചു. പ്രഹ്ലാദൻ തന്റെ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോ ഹിരണ്യകശ്യപ് പ്രഹ്ലാദനെ വാരിയെടുത്ത് മടിയിലിട്ട്, പ്രഹ്ലാദന് പ്രത്യേക ഒരു വാത്സല്യം അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം തപസ്സിന് വേണ്ടി പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായ കയാധു ഗർഭിണിയായിരുന്നു പ്രഹ്ലാദൻ. ആ സമയത്ത് ദേവേന്ദ്രൻ അസുരലോകം ആക്രമിച്ച് കയാധുവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ഈ കുട്ടിയെ കൊല്ലാൻ. പക്ഷെ നാരദ മഹർഷി കയാധുവിനെ മോചിപ്പിച്ച് തന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി താമസിച്ചു. അവിടെ വെച്ച് ഗർഭിണിയായിരിക്കുന്ന കയാധുവിന് ഭഗവത് മഹാത്മ്യത്തെ ഉപദേശിച്ചു. അങ്ങനെ ഈ പ്രഹ്ലാദന് നൈസർഗികീ ഭക്തി ഉണ്ടായത്. എവിടുന്നുണ്ടാകണം? ഒരാളുടെ സ്വഭാവം രൂപീകരണം ഉണ്ടാകണത് പുറത്തു വന്നിട്ടല്ല, അകത്തു വെച്ചേ ഉണ്ടാകുന്നു. ശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പറയും എവിടുന്നുണ്ടാകുന്നു. അതുകൊണ്ട് ആദ്യത്തെ ഗുരു ആരാണ്? അമ്മ. എങ്ങനെ ഗുരുവാകുന്നു? അമ്മയുടെ ഉദരത്തിൽ നമ്മൾ വസിക്കുമ്പോ അമ്മ കാണുന്നത്, അമ്മ കേൾക്കണത്, അമ്മ രുചിക്കണത്, അമ്മ മണക്കണത്, അമ്മ സ്പർശിക്കണത്, അമ്മ ചിന്തിക്കണത്, ഇതെല്ലാം ആരെ സ്വാധീനിച്ചിട്ടുണ്ട്? നമ്മളെ. ആചാര്യന്മാർ നേരത്തെ പറഞ്ഞു, ആധുനിക മെഡിക്കൽ സയൻസ് ഗവേഷണ പ്രബന്ധം പുറപ്പെടുവിച്ചിട്ട് ഒരു 10 വർഷത്തോളമായിട്ടു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ ഉള്ളിൽ വസിക്കുന്ന കുട്ടി ഗർഭിണി കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അറിയുന്നുണ്ടെന്ന് ഗവേഷണ പ്രബന്ധം വന്നിട്ട് കുറച്ചു കാലമായിരുന്നു. പക്ഷെ പൂർവാചാര്യന്മാർ നേരത്തെ ഇദ്ദേഹത്തിന് നൈസർഗികമായിരിക്കുന്ന ഭക്തി ലഭിച്ചത് എവിടെ നിന്ന്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് കിട്ടി. ഗുരുനാഥനാണ്, നാരദനാണ്. അപ്പൊ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി. അച്ഛൻ എന്ത് ചെയ്തു? നേരെ മകനെ വിളിച്ച് മടിയിലിരുത്തിയിട്ട് മകനോട് ചോദിച്ചു, കുഞ്ഞെ, നീ വളരെ കാലമായിട്ട് വിദ്യ അഭ്യസിച്ചല്ലോ, വിദ്യ അഭ്യസിച്ചതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് എന്താ? ഏറ്റവും ഉത്തമമായിട്ട് തോന്നുന്നത് എന്താണെന്നൊരു ചോദ്യം ചോദിച്ചു. നാരദ മഹർഷിയുടെ ശിഷ്യനായ, ഗർഭത്തിൽ വെച്ച് ശിഷ്യനായിരിക്കുന്ന പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, എന്താ ഉത്തരം പ്രതീക്ഷിക്കുന്നത്? ഹിരണ്യനാണ് ഈശ്വരൻ എന്ന് കേൾക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് സത്യം പറയുന്ന പ്രഹ്ലാദൻ അസത്യം പറയുന്നു. ഹിരണ്യനാണ് ഈശ്വരൻ എന്ന് കേൾക്കണം. അയാളാണ് ലോകത്തിന്റെ ദൈവം. ഇതൊന്നും കേൾക്കണം. മകൻ എന്ന് പറയുമ്പോൾ സന്തോഷം. വേണമെങ്കിൽ മകനെ പറയാലോ, അച്ഛനെ പ്രീതിപ്പെടുത്താൻ. പക്ഷെ പറഞ്ഞില്ല. കാരണം സത്യസന്ധ, സത്യനെ പറയും. പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, ആരാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? സാക്ഷാൽ നാരായണനാണ്. സ്വപരശേത്യ സദ്ഗ്രാഹപുംസാം യത്മായാഗതഃ വിമോഹിതദിയാം ദൃഷ്ടസ്തസ്മൈ ഭഗവതേ നമഃ. ഭഗവാനാണ്, നാരായണനാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അച്ഛനെ ഈ വീട്, ഈ ബന്ധങ്ങൾ, സ്ഥാനമാനങ്ങൾ, കൊട്ടാരം, സാമ്രാജ്യം, ഇതൊക്കെ പറഞ്ഞ് ഇതിൽ പെട്ടുകിടക്കാം. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് വേണം? കാട്ടിൽ പോയി തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിക്കും. ലോകസുഖത്തോടു കൂടി ഇരിക്കുന്നവരുടെ വിരക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രഹ്ലാദമാലരുടെ ഈ ഭാവം കേട്ടിട്ട്, ഈ മറുപടി കേട്ടിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഗുരുക്കന്മാരെ വിളിച്ചു പറഞ്ഞു, ഇവൻ
വിഷ്ണുവിന്റെ ചാരന്മാരാരോ ഇവനെ വഴിതെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവനെ ശ്രദ്ധിക്കണം. വിഷ്ണുവിന്റെ ചാരന്മാരാരോ വഴിതെറ്റിക്കുന്നു. അവര് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? കുറച്ചൊക്കെ പഠിപ്പിച്ചു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ചുകൂടി പഠിച്ചിട്ടുണ്ട്. വീണ്ടും കൊണ്ടുവന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ മടിയിലെടുത്ത് വെച്ചു. ശിരസിൽ തലോടി നെറുകയിൽ ചുമിച്ചു. മടിയിലെടുത്ത് വെച്ച് ചോദിച്ചു, വത്സ സ്വഹീതം കിഞ്ചിതുത്തമം കാലേ നൈതാവതായുഷ്മൻ യഥശിക്ഷദ്ഗുരോർഭവൻ. അവിടെ പഠിപ്പിക്കുന്ന വിഷയം എന്താ? ഇരുന്നിനാണ് ദൈവം, ഹിരണില്ലാതെ ലോകത്തിന് ദൈവമില്ല. ഇത് പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കുഞ്ഞെ, നീ കുറച്ചുകൂടി പഠിച്ചല്ലോ. പഠിച്ചതിൽ ഏറ്റവും ഉത്തമം എന്താ? പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ നേരത്തെ പറഞ്ഞതിനെ കേട്ട് വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പഠിച്ചു കുറെ കാലം. എന്താ പഠിച്ചത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതിപുംസാർപ്പിത വിഷ്ണു ഭക്തിച്ചേർ നവലക്ഷണ ക്രിയതേ ഭഗവത്യഥാ തന്മേൻ അധീതമുത്തമം. അച്ഛാ ഞാൻ കുറച്ചുകൂടി പഠിച്ചത് ഇതാണ്. എന്താ? ഈശ്വരനെ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കാതെ നാരായണൻ അവിടെ ഉണ്ടോ, നാരായണൻ ഇവിടെ ഉണ്ടോ, നാരായണൻ പോയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കാതെ എന്താ 9 മാർഗങ്ങൾ ഈശ്വര ഉപാസനയ്ക്ക് നമ്മുടെ മുമ്പിൽ. നമ്മളെല്ലാം ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. എന്തൊക്കെയാ? ശ്രവണം. ശ്രവണം. ഈ ശ്രവണത്തിന്റെ ഫലം എന്താ? കീർത്തനം. കീർത്തനത്തിന്റെ ഫലം എന്താ? സ്മരണം. ഭാഗവത്തിൽ ആദ്യം കേൾക്കാം, ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതം പരീക്ഷത്തിൽ ഉപദേശിക്കുന്നത് ചോദ്യത്തിന്റെ ഉത്തര വിമൂതനാണ്. ശ്രവണം, ശ്രോതവ്യ, കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ച. ഇപ്പൊ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, അവസാനത്തെ എന്താ? ആത്മനിവേദനം. അച്ഛാ 9 മാർഗങ്ങൾ ഈശ്വരനെ ഉപാസിക്കാനുണ്ട്. എന്താ? ആദ്യം ശ്രവണം. എന്താ ഈ ശ്രവണം? നോക്കൂ, നമ്മൾ വന്നിട്ട് ശ്രീകോവിലിന്റെ മുമ്പിൽ ചെന്നിട്ട് ശ്രീകോവിലിരിക്കുന്ന മഹാദേവനെ, ചെറിയൊരു ലിംഗസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാനെ തൃക്കലഞ്ഞൂരപ്പ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മഹാദേവ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മഹാദേവന്റെ വൈഭവം കേട്ടതുകൊണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ശ്രവണത്തിന്റെ ഭക്തി. കാരണം എന്താ? ശരിയായ ഭക്തി ലഭിക്കുവാൻ ഈശ്വരന്റെ മഹാത്മ്യത്തെയും ഈശ്വരനാമത്തെയും കേൾക്കണം. ശരിയായ ഭക്തി. എന്താ ഭക്തിയുടെ പ്രത്യേകത? ഭക്തി എന്ന് പറയുന്നത്, പ്രഹ്ലാദൻ പറയുന്നുണ്ട്, കച്ചവട ഭക്തിയായി തീരരുത്. എന്താ കച്ചവട ഭക്തി? എനിക്കത് സാധിച്ചു തരാൻ വേണ്ടിയുള്ള ഭക്തിയായി തീരരുത്. പറഞ്ഞു ഈ ശരിയായ ശ്രവണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശരിയായ ഭക്തി. എന്താ ശരിയായ ഭക്തി? ഭഗവത് മഹാത്മ്യം അറിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഉപയോഗം. ഞാൻ ഭഗവാനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാ? എന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട്, അമ്മ പറഞ്ഞതുകൊണ്ട്, എല്ലാവരും ചെയ്യുന്നത് കൊണ്ടായ പറ്റില്ല. അമ്പലത്തിൽ എന്തിനാ പോകുന്നത്? എല്ലാവരും പോകുന്നത്. നാമം ജപിക്കുന്നത് എന്തുകൊണ്ടാ? എല്ലാവരും ജപിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ജപിക്കും. സപ്താഹത്തിന് എന്തിനാ പോകേണ്ടത്? എല്ലാവരും പോകുന്നുണ്ട്, അതുകൂടെ ഞാനും പോകും. അപ്പൊ എനിക്ക് വേണ്ടിയില്ല, മറ്റുള്ളവരെ കാണിക്കുന്നതിന്റെ പുറകെ പോകലല്ല. അപ്പൊ അവിടെ ഭക്തി യഥാർത്ഥത്തിലുണ്ടോ? ഇല്ല. ഭക്തി ആരംഭിക്കണമെങ്കിൽ എന്ത് വേണം? ശ്രവണം. ഈ ശ്രവണത്തിന്റെ ഒരു ഫലമാണ് ആര്? പ്രഹ്ലാദൻ. എവിടെ കിടന്ന് ശ്രമിച്ചു? അമ്മയുടെ ഉദരത്തിൽ. ആ ശ്രവണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഭാഗവതം കേൾക്കുന്ന പരീക്ഷ. ശ്രദ്ധയോടുകൂടി കേട്ടു. അപ്പൊ ശ്രവണം കൊണ്ടുള്ള ഫലം എന്താ? ശരിയായ ഭക്തി. പിന്നെയോ കീർത്തനം. ഭഗവാന്റെ ഈശ്വരന്റെ മാഹാത്മ്യത്തെ കേൾക്കുമ്പോ ആ മാഹാത്മ്യമാണ് നാമം. ആ നാമജപം, കീർത്തനം എങ്ങനെയാകണം? ഭക്തിഭാവത്തോടുകൂടി വിനയാന്വിതമായിട്ട് വേണം. നമശിവായ നമശിവായ ജപിക്കുമ്പോൾ ആ നമശിവായ എന്ന് പറഞ്ഞ നാമത്തിന്റെ വാക്കുകൾ എവിടെ നിന്ന് വേണം? ഹൃദയത്തിൽ നിന്ന് വരണം. പരമാ പശ്യന്തി മധ്യമാ വൈഖരിയായിട്ട് വരണം. നാവിൽ നിന്ന പോരാ. ഉറക്ക ജപിക്കലാണോ? അല്ല. ഉറക്ക ജപിച്ച ഹൃദയത്തിൽ വരുവാനില്ല. നാമം, കീർത്തനത്തിന്റെ പ്രത്യേകത, ഭഗവത് മഹാത്മ്യം ശ്രവിക്കുമ്പോൾ അതിന്റെ പ്രകടിതമായ ഫലമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന്, വാക്കിന് 4 പാദങ്ങളുണ്ടെന്ന് പറയുന്നു. പര ഹൃദയത്തിൽ ഉണ്ടാകുന്നത്, പശ്യന്തി, മധ്യമ, അവസാനത്തെ പദം വെളിയിൽ വരുന്നത് വൈഖരി.
നാമം ജപിക്കുന്നുണ്ട്, പക്ഷെ നാമജപത്തിന്റെ ഫലം ഉണ്ടാവില്ലേ? നാമം എവിടുന്ന് വരുന്നു? നാവിൽ നിന്ന് മാത്രമാകുന്നു. നാവിന്റെ പ്രത്യേകത എന്തും പറയുവാൻ പൊന്തുന്ന നാവ്. ആ നാവ് കൊണ്ട് നാമം ജപിക്കുന്നത് ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ എന്താ? അതിന്റെ ആദ്യത്തെ ഭാഗം ശ്രവണം. നാമസങ്കീർത്തനം നിസ്സാരമല്ല കേട്ടോ. കാരണം എന്താ? ഭഗവത് മഹാത്മ്യത്തെ അറിഞ്ഞുകൊണ്ട് നാമം ജപിച്ചാൽ എന്താ? ശിവായ നമ, ശിവ എന്ന് വിളിക്കും, മഹാദേവ എന്ന് വിളിക്കുമ്പോ മഹാദേവൻ എന്ന വാക്കിൽ മഹാദേവനുണ്ട്. കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണൻ എന്ന നാമത്തിലായിട്ട് കൃഷ്ണനുണ്ട്. നാമത്തിന്റെ മഹാത്മ്യം, നാമത്തിന്റെ മഹാത്മ്യം അതാണ്. അവിടെയാണ് നാമം ജപിക്കണമെങ്കിൽ ഇന്ന മുൻവിധിയൊന്നുമില്ല. മൃദുവായ പെണ്ണിനും ഇരപ്പനും ബാലകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും നാമം ജപിക്കാം. പക്ഷെ മന്ത്രങ്ങനെ പറ്റില്ല. അപ്പൊ നാമജപം എവിടുന്ന്? ഭക്തിഭാവത്തോടുകൂടി വിനയാന്വിതമായിട്ട് ജപിക്കണം. പിന്നെയോ ശ്രവണം, കീർത്തനം. ശ്രവണത്തിന്റെയും കീർത്തനത്തിന്റെയും ഫലം എന്താണ്? സ്മരണം. എന്താ സ്മരണം? എന്നോടൊപ്പം എപ്പോഴും ഈശ്വരൻ ഉണ്ടെന്നുള്ളതാ സ്മരണം. നോക്കൂ, ഈശ്വരൻ എന്നോടൊപ്പം എപ്പോഴും ഉണ്ട്, വേറെ ആരും എന്റെ കൂടെ എപ്പോഴും ഇല്ല. എന്റെ കൂടെ എപ്പോഴും ഉള്ളത് ഒന്ന് മാത്രമാണ്, സാക്ഷാൽ ഈശ്വരൻ. അച്ഛനില്ല, അമ്മയില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, എന്റെ ആരോഗ്യമില്ല, എന്റെ സൗന്ദര്യമില്ല, ഇതൊന്നും എപ്പോഴും എന്റെ കൂടെ ഇല്ല. എന്റെ കൂടെ സദാസമയമുള്ള നിത്യവസ്തു ഈശ്വരൻ മാത്രം. അതുകൊണ്ട് നമ്മളെല്ലാം ഞാൻ. 5-ാം വയസ്സിലും ഞാൻ, 10-ാം വയസ്സിലും ഞാൻ, 15-ാം വയസ്സിലും ഞാൻ, 36-ാമത്തെ വയസ്സിലും ഞാൻ. ഞാനാരാ? ചൈതന്യം. നമ്മുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളെ നോക്കുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം കാണുന്ന അവസ്ഥ, സുഖമായി ഉറങ്ങുന്ന അവസ്ഥ. ഈ 3 അവസ്ഥകളിൽ നമ്മുടെ കൂടെയുള്ളത് ഞാൻ എന്ന അനുഭവം മാത്രമേ ഉള്ളൂ. അതാണ് സ്മരണം. അതായത് ലോകത്തിൽ പലപ്പോഴും ലോകത്തിൽ നോക്കാൻ കാണാം, എനിക്ക് ആരുമില്ലല്ലോ, എന്നെ അറിയാൻ ആരുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന സമൂഹത്തിൽ കാരണം വരുന്നത്. നോക്കൂ, അവനവന്റെ ഉള്ളിലിരുന്ന് അവനവനെ അറിയുന്ന ചേതന പോലെ പുറത്തൊരാൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അതിനെ ശ്രദ്ധിക്കണം. സ്മരണം നിസ്സാരമല്ല കേട്ടോ. സ്മരണം കാരണം എന്താ? ജീവിതയാത്രയിൽ എന്നോടൊപ്പം എന്റെ സുഖത്തിലും എന്റെ ദുഃഖത്തിലും എന്റെ ഉയർച്ചയിലും എന്റെ താഴ്ചയിലും ഞാൻ അപമാനിതനാകുമ്പോഴും എനിക്ക് അഭിമാനമുള്ളപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് സ്മരണം. ആപത്ഘട്ടത്തിൽ മാത്രം സഹായിക്കുന്നതല്ല, ആപത്ഘട്ടത്തിൽ മാത്രം വിളിക്കുന്നതുമല്ല. അത് ഈ ശ്രവണത്തിന്റെയും കീർത്തനത്തിന്റെയും ഫലമാണെന്താ? സ്മരണം. പരീക്ഷത്തിലുള്ളതാ പറഞ്ഞത്, ശ്രോതവ്യ കേട്ടുകൊള്ളുക, കീർത്തിതവ്യശ കീർത്തിച്ചുകൊള്ളുക, സ്മർത്തവേശ സ്മരിച്ചുകൊള്ളുക. പിന്നെ എന്താ? വീണ്ടും പറഞ്ഞു പാദസേവനം. ഭഗവാന്റെ പാദസേവ. ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞോളൂ, പക്ഷെ ആഗ്രഹങ്ങൾ ഇല്ലെങ്കിലും ഭഗവത് പാദസേവയാണ്. സകല കർമ്മങ്ങളും പാദസേവ. എല്ലാ കർമ്മങ്ങളും ഭഗവത് പാദസേവയായി മാറണം. ഭക്ഷണം കഴിക്കുന്നതാകട്ടെ, ജോലി ചെയ്യുന്നതാകട്ടെ, പഠിക്കുന്നതാകട്ടെ, ഭഗവത് സേവ. അർച്ചനം ഭക്തിപൂർവം മന്ത്രപൂരിതമായി നാമപൂരിതമായിട്ട് നടക്കുന്ന ശ്രദ്ധയോടുകൂടി നടക്കുന്ന കർമ്മമാണ് അർച്ചനം. പിന്നെയോ വന്ദനം. നമ്മളെ വന്ദിക്കുന്നത് കൊണ്ടാ, ബഹുമാനിക്കണത്, നമ്മളെ നമസ്കരിക്കണത് കൊണ്ടാന്ന് വെച്ചാൽ ആ ശരീരത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ ചേതനയുണ്ട്. വെറുതെ നമസ്കരിക്കും. ഏതൊരാളോടും നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത് അത് പ്രായഭേദമന്യേ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ നമസ്കരിക്കുന്നത് ശരീരത്തെ മാത്രമല്ല, സ്വരൂപത്തെ കൂടിയിട്ടാണ്. അതൊരു അലങ്കാരമല്ല, ഒരു അഭിസംബോധനയല്ല. വന്ദനം. നോക്കൂ, ആ വന്ദിക്കുന്നത്, ഏതൊരാളെ വന്ദിക്കുന്നത് ഭഗവത്ഭാവം തന്നെയാണ്. അപ്പൊ ഈശ്വരനെ വന്ദിക്കുമ്പോഴോ ഈശ്വരനെ നമ്മൾ വന്ദിക്കുമ്പോൾ ശ്രദ്ധയും അതാണ്. അവിടെയാണ് ഈ വന്ദനയുടെ ശൈലിക്ക് മാറി. അമ്പലത്തിന്റെ ശ്രീകോവിലിൽ വന്നാലും വന്ദിക്കാൻ പറ്റണില്ല, ശ്രദ്ധ പലപ്പോഴും ഉണ്ടാകണില്ല. ആ ശ്രദ്ധ ഉണ്ടാകാത്ത കാരണം വെച്ചാല് അലസതയുടെ ഭാവം ഉണ്ടാകുന്നു വന്ദിക്കുമ്പോഴും. ഉണ്ട് കൈകൂപ്പം നിരണം കഴിയുന്നില്ല. കൈകൂപ്പാൻ വേണ്ടി മടിയുണ്ടാകുന്നു. ഈ ഭാവം ശ്രീകോവിലിൽ വന്ദിക്കുമ്പോഴും ചെല്ല് കഴിയണം.
ചിന്തിച്ചാൽ അറിയും. ഇങ്ങനെ കാണിക്കുന്ന ബന്ധനം. നോക്കൂ, ഈശ്വര സംവിധാനത്തിന്റെ മുമ്പിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളുക. കാലുകൾ ചേർത്ത് വെച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രണ്ട് കാലുകളും ചേർത്ത് വെച്ച് കൈകൂപ്പി എന്നാൽ ശ്രദ്ധ അതിദൃഢമാണ്. കാലുകൾ അല്പമെങ്കിലും അകന്നില്ല. നിങ്ങൾ നാളെ പോയി ശ്രദ്ധിച്ചു നോക്കും. അല്പമെങ്കിലും കാലുകൾ അകന്നിരുന്നാൽ അലസത തന്നെയാണ്, ശ്രദ്ധയാണ്. നിൽപ്പിൽ തന്നെ അലസതയാണ്. സ്വയം നമ്മൾ ശീലിച്ചാൽ പോലും. വന്ദനം, ദാസ്യം. ഭഗവാനെ, ഞാൻ യന്ത്രമാണ്. രാമകൃഷ്ണദേവൻ പറയും, ഞാൻ യന്ത്രമാണ്, അവിടെ തന്നെ ചലിപ്പിക്കുന്ന ഇന്ദ്രിയം. ഞാൻ യന്ത്രമാണ്, അവിടെ തന്നെ ചലിപ്പിക്കുന്ന ഇന്ദ്രിയാണ് ദാസ്യം. സഖ്യം, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അവിടെ പറയല്ലേ, നാട്ടിൽ ചങ്കുകൾ, ഒരു ചങ്കൂല്ല. ചങ്കുകളൊക്കെ പറയുമ്പോൾ ബാഹ്യമായിട്ട് പറയാമെന്നുള്ളത് കാര്യമില്ല. യഥാർത്ഥ സുഹൃത്ത് ഈശ്വരൻ. പക്ഷേ അതുകൊണ്ടാണ് ഭാഗവതത്തിൽ നമുക്ക് കേൾക്കാം, പഞ്ചമസ്കന്ധത്തിലെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞല്ലോ. അഭിജ്ഞാത സഖൻ ഒരു പുരഞ്ജനോപാഖ്യൻ എന്ന ചരിത്രം. ഏറ്റവും നല്ല സുഹൃത്താരാ നമ്മുടെ ഈശ്വരൻ. ഈശ്വരനെക്കാളും വലിയ സുഹൃത്തില്ല. കാരണം എന്താ, എന്തും പറയാം. ദേഷ്യപ്പെടണോ ദേഷ്യപ്പെടാം, ചീത്ത പറയണോ ചീത്ത പറയാം. കൃത്യമായിരിക്കുന്ന ഒരു പ്രതിഫല അനുഭവം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ അറിയാവുന്നവരെന്ന് പറയുന്നവർക്ക് നമ്മളെ അറിയില്ല. നമ്മൾ വിചാരിക്കുന്നു അറിയാമെന്ന് വരുന്നവരുടെ. നമ്മളെ യഥാർത്ഥത്തിൽ അറിയാവുന്നത് ഒന്നിന് മാത്രമേ ഉള്ളൂ. അത് ആർക്കാണ്? നമ്മുടെ ഉള്ളിൽ കൂടിക്കൊള്ളുന്ന ചേതനയ്ക്ക് മാത്രമേ അറിയുള്ളൂ. സഖ്യം, ഏറ്റവും നല്ല സുഹൃത്ത്. നോക്കൂ, അർജുനൻ കൃഷ്ണൻ നോക്കൂ ഉദാഹരണം. ആത്മനിവേദനം. എന്താ ആത്മനിവേദനം? തന്നെ തന്നെ സമർപ്പിക്കണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒക്കെ സമർപ്പിച്ചപ്പോൾ ആചാര്യൻ പറഞ്ഞു, കായേന വാച മനസ്സേന്ദ്രിയേർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മി എന്ന് പറഞ്ഞു. പക്ഷേ അത് പലപ്പോഴും വാക്കിൽ മാത്രമേ വരുന്നു, പ്രവൃത്തിയിൽ വരുന്നു. തന്നെ തന്നെ സമർപ്പിക്കും. കാരണം എന്താ? ഭഗവാനെ, അവിടുത്തെ കൃപ കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. എന്റെ നന്നായിട്ട് നമ്മുടെ കർമ്മം ചെയ്യാം. പക്ഷെ ആരുടെ കൃപയാണ്? അവിടുത്തെ കൃപയാണ്. ഉദാഹരണം ആരാണ്? മഹാബലി. മഹാബലി തന്റെ സർവസ്വവും ഭഗവാന്റെ മുമ്പിൽ കൊടുക്കാൻ തയ്യാറായിരുന്നാണ്. തന്റെ സർവസ്വവും ഭഗവാൻ എടുത്തു കഴിച്ചപ്പോഴും എന്ത് ചെയ്തില്ല? അല്പം പോലും തളാത്താളാം. മുട്ടുകുത്തി ഭഗവാന്റെ മുമ്പിൽ എന്ന് പറഞ്ഞു, പദം ശീർഷ്ണ ഗുരുവേ നിജം. ഭഗവാനെ, എന്റെ ഉള്ളിൽ അല്പം കൂടി അഹം ഉണ്ട്, അഹന്ത, അതും കൂടി തീർക്കണം. തന്നെ തന്നെ സമർപ്പിച്ചാണ്. അപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛ ഇതാണ് എന്താണ് ഇതെന്ന് അച്ഛൻ പഠിച്ചാൽ മതി, എളുപ്പം തന്നാ. നോക്കൂ, തന്റെ മടിയിൽ നിന്ന് പുത്രനെ വലിച്ചത്. ഗുരുക്കന്മാരെ വിളിച്ച് പറഞ്ഞു, ഇതാരാ പഠിപ്പിച്ചത്? നിങ്ങളാണോ പഠിപ്പിച്ചത്? അവര് പറഞ്ഞു, അവര് പറയാണ്, നമപ്രണീതം നപരപ്രണീതം സുതോ വദത്യേഷതവേന്ദ്രശത്രോ നൈസർഗികീയം മധുരസ്യ രാജൻ നിയച്ഛമന്യം കരദാ സമാന. രാജാവേ, ഞങ്ങൾ പഠിപ്പിച്ചതല്ല. ന മത്പ്രണീതം ന പരപ്രണീതം. ഞങ്ങൾ പഠിപ്പിച്ചത് മറ്റാൾ പഠിപ്പിച്ചതല്ല. പിന്നെയോ അവൻ വന്നത് ആരാണ്? നൈസർഗികീയം മധുരസ്യ രാജൻ. അവൻ ജനിച്ചപ്പോഴേ തന്നെ എന്ത് ചെയ്തു? അവന്റെ ഈ ബുദ്ധിയുമായിട്ട് വന്നവനാണ്. നൈസർഗികീരതി. അതുകൊണ്ട് ഞങ്ങളൊന്നും പഠിപ്പിച്ചതല്ല. നാരദ മഹർഷി ഞങ്ങളൊന്നും പഠിപ്പിച്ചതല്ല. അപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇവനെ ശിക്ഷിച്ചു നോക്കും. കൊണ്ടുപോയി ഒറ്റക്കിട്ടു, മുറിയിൽ അടച്ചു, ഭക്ഷണം കൊടുക്കാതിരുന്നു, പട്ടിണി കിടത്തി. ഭാഗവത്തിൽ കാണാം എന്തെല്ലാം ചെയ്തില്ല. ചെയ്തില്ലാത്ത എന്തൊക്കെ. മഞ്ഞ കെട്ടമേൽ കിടത്തി. ഓരോ ഇത് കഴിയുമ്പോൾ അത് പീഡനം വർദ്ധിക്കാൻ കാരണം ഈ ഒരിക്കൽ ഗുരുനാഥന്മാരെടോ പോയ സമയത്ത് ബാക്കിയുള്ള കൂട്ടുകാരെയും വിളിച്ചിരുത്തി. കൂട്ടുകാരൻ ചോദിച്ചു, ഞങ്ങളെല്ലാം അസുരന്മാരുടെ പുത്രന്മാരാ, താനും അസുരന്റെ പുത്രനാ, തനിക്ക് മാത്രം എങ്ങനെയാണോ ഈ ബുദ്ധി ഉണ്ടായത്? നാരദ മഹർഷിയുടെ ഉപദേശമൊക്കെ പറഞ്ഞ് അവരെ എന്ത് ചെയ്തു? നാരായണ ഭക്തി പറഞ്ഞു കൊടുത്ത് അവരും നാരായണ ജപിക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ എന്തായി? നേരത്തെ ഒരാൾ മാത്രമേ ജപിക്കുള്ളതിൽ ഇരിക്കുമ്പോൾ എല്ലാവരും നാരായണ ജപിക്കാൻ തുടങ്ങി. അപ്പോൾ കൊന്നേക്കാൻ പറഞ്ഞു.
ശരീരമാസകലം ബന്ധിച്ച് അഗ്നിയിലെടുത്തെറിഞ്ഞു, മഞ്ഞുകെട്ടമേൽ കിടത്തി, വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തി, വിഷം കൊടുത്തു, ആനകളെ കൊണ്ട് കുത്തിച്ചു, പാമ്പിനെ കൊണ്ട് കുത്തിച്ചു. ഇതൊക്കെ ചെയ്തിട്ട് വന്നിട്ടായില്ല, ഒരു മാറ്റം ഉണ്ടായില്ല. എന്തെല്ലാം ചെയ്തില്ല, എന്തെല്ലാം ചെയ്തില്ല, ഒന്നും ചെയ്യാതെ എല്ലാം ചെയ്തു. ഇതെല്ലാം ഉണ്ടായിട്ട് എന്തായി? ഒരു മാറ്റവുമില്ലാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഭയം തോന്നി. എന്താ ഭയം? ഇവൻ എന്ത് ചെയ്തു? ഇവൻ കാരണം ഞാൻ ഇല്ലാതായിത്തീരുമുള്ള ഭയം. അങ്ങനെ എന്ത് ചെയ്തു? മകനെ വിളിച്ചു. തന്റെ മുമ്പിൽ നിർത്തിയിട്ട് ചോദിച്ചു, നല്ലത് ഹേ ദുർവിനീതമന്താത്മൻ കുലഭേദകരാധമ സ്തബ്ധം മച്ചാസനോദ്ഭൂതം നേഷ്യേത്വാദ്വയമക്ഷയം. നിന്റെ ബലമാരാണെന്ന് ചോദിച്ചത് പ്രഹ്ലാദൻ ഒരു ഭാവഭേദം കേട്ടോ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛന്റെ ബലവും എന്റെ ബലവും ഒന്നാണ്, രണ്ടല്ല. അങ്ങനൊരു വിഷയം. നമുക്ക് ബലം എന്നുള്ളത് പുതുതായിട്ട് എന്തെങ്കിലും വരുന്നതാണോ നമ്മുടെ ഉള്ളിൽ? അല്ലല്ലോ. ഇൻജക്ട് ചെയ്യുന്നതല്ല, ടാബ്ലറ്റ് രൂപത്തിൽ കിട്ടുന്നതല്ല, ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിൽ രൂപീകൃതമാകുന്നത്. പറഞ്ഞു, അച്ഛന്റെ ബലവും എന്റെ ബലവും രണ്ടല്ല, അതൊന്നാണ്. അതാരാണ്? സാക്ഷാൽ നാരായണനാണ്. ഇതിന് വ്യത്യാസം എന്ന് വെച്ചാല് അച്ഛന്റെ ബലത്തെ അച്ഛൻ അറിയുന്നില്ല, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. തീർന്നില്ല. വീണ്ടും ചോദിച്ചു, ആരാണ് നിന്റെ ബലം? അത് പറയാണ്, കേവലം മേഘവദശരാജൻ സവൈബലം ബലിരാം ജാപരേഷാം പരാവലേനി സ്ഥിരജംഗമായി ബ്രഹ്മാദയോ ഏനവശം പ്രണീത. ഈ പ്രപഞ്ചത്തിലെ പരമാണു മുതൽ ബ്രഹ്മാവ് വരെയുള്ളതിനെല്ലാം ബലമാരാണോ ആ ബലമാണ് എന്റെയും ബലം, അച്ഛൻ്റെ ബലം. മറ്റൊരു ബലം നമ്മളെ സംബന്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഭഗവാനാണ് എല്ലാത്തിനും ബലമായിട്ടുള്ള. അച്ഛൻ നാരായണനെ ആരായിട്ട് കാണുന്നു? ശത്രുവായിട്ട് കാണുന്നു. സത്യത്തിൽ അച്ഛന്റെ ശത്രു ആരാണ്? പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛന്റെ ശത്രു നാരായണനല്ല, ലോകത്ത് മറ്റാരുമല്ല. അച്ഛന്റെ ശത്രു മറ്റാരുമല്ല, അച്ഛന്റെ സ്വന്തം മനസ്സാണ്. നോക്കൂ, നമ്മുടെ എല്ലാ ശത്രു മനസ്സാണ്. മനസ്സിന്റെ 6 വികാരങ്ങളും കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴാണോ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുക അപ്പൊ സന്തോഷം, ഇല്ലെങ്കിൽ വിരോധം, അസംതൃപ്തി. നമ്മുടെ മനസ്സ് ശ്രദ്ധിക്കണം, നമ്മുടെ സ്വന്തം മനസ്സിനെ നമുക്ക് എപ്പോഴാണോ നിയന്ത്രിക്കാൻ സാധിക്കുക അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുക? സന്തോഷം. മനസ്സിനുണ്ടാകുന്ന സന്തോഷം താൽക്കാലികം. കാരണം എന്താ? നമ്മൾ നോക്കൂ, ഒരു വസ്തുവിനെ നമ്മൾ കണ്ടു, അതിനെ ഇഷ്ടപ്പെട്ടു, അത് സ്വന്തമാക്കാൻ വേണ്ടി പ്രയത്നിച്ചു, സ്വന്തമാക്കി കുറെ അനുഭവിച്ചു കഴിയുമ്പോൾ ആ സന്തോഷം ഇല്ലാതായി. വേറൊന്നിന് പറയുന്നു, മനസ്സിന്റെ സ്വഭാവം. അപ്പൊ മനസ്സിന്റെ നിയന്ത്രണത്തിലാണോ നമ്മൾ? തീർച്ചയായിട്ടും. നമ്മളെല്ലാം മനസ്സ്, എനിക്ക് പോകാൻ മനസ്സില്ല, എടുക്കാൻ മനസ്സില്ല, കൊടുക്കാൻ മനസ്സില്ല, കേൾക്കാൻ മനസ്സില്ല. കാരണം എന്താ? നമ്മളെല്ലാം മനസ്സിന്റെ നിയന്ത്രണത്തിലാണ്. അച്ഛനോട് പറഞ്ഞ അച്ഛന്റെ പ്രധാന ശത്രുവാരാണ്? അച്ഛന്റെ സ്വന്തം മനസ്സാണ്. അപ്പോ ഹിരണ്യകശിപുവിനൊന്നും ഗ്രഹിക്കണില്ല. ഹിരണ്യകശിപു പറഞ്ഞു, എവിടെയാണ് നിന്റെ നാരായണൻ? എവിടെയാണ് നിന്റെ നാരായണൻ? പ്രഹ്ലാദൻ പറഞ്ഞു, സർവത്ര, എല്ലായിടത്തും, മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും, ചലിക്കുന്നതിലും ചലിക്കാത്തതിലും, ജീവനുള്ളവരും ജീവനില്ലാത്തവരും ആരുണ്ട്? എന്റെ നാരായണനുണ്ട്. നോക്കൂ, എന്താ അത്രയ്ക്ക് ദൃഢവിശ്വാസം. ഓ, എല്ലായിടത്തും നാരായണൻ. ഞാൻ കാണുന്നില്ലല്ലോ. പ്രഹ്ലാദൻ പറഞ്ഞ, ഞാൻ കാണുന്നുണ്ടല്ലോ. അച്ഛന് കാണാൻ ശ്രമിച്ചാൽ കാണാം, പക്ഷെ ഞാൻ കാണുന്നുണ്ട് എല്ലായിടത്തും. അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന നിന്റെ നാരായണനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ രാജസഭയുടെ ഭാഗത്ത് നിന്ന സ്തംഭത്തിൽ എന്ത് ചെയ്തു? ഇടിച്ചു, മുഷ്ടി ഇടിച്ചു. സവിക്രമൻ പുത്രവദേസുരോജസ നിശമ്യ നിർഭ്രാതപൂർവമദ്ഭുതം സന്തസഭായാം നദർശപദം വിദത്ര സുരാരിയൂഥവ. രാജസഭയിലെ തൂണിൽ ആട്ടിടിച്ചപ്പോൾ എന്ത് ചെയ്തു? സ്തംഭേ, അരണ്യത്തിൽ പറഞ്ഞ സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണവോ സമാചൂർണയന്നാഘൂർണ ജഗദണ്ഡകുണ്ഡകുഹരോ കോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കരാബ്ജസ്തുതം കച്ഛന സംഭവാദ ചലിതോപ്യംബോജഭൂർവിഷ്ടരാത്. തൂണിന്മേൽ പ്രഹരിച്ച ഹിരണ്യകസുരന്റെ കാതുകളെ തവിടുപൊടിയാക്കുന്ന വിധം
ബ്രഹ്മാണ്ടം മുഴുവൻ ഇളകി. ബ്രഹ്മാണ്ടമുള്ളം ഇളകി എന്ത് ചെയ്തു? അതിഭയങ്കരമായ ശബ്ദത്തോടുകൂടി ഒരു പരിഭ്രമം അസുരന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ പരിഭ്രമം അസുരന്റെ ഉള്ളിലുണ്ടായപ്പോൾ ബ്രഹ്മാവ് പോലും ആ ശബ്ദം കിട്ടുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങി. ആ സമയത്തോ സത്യം വിദാതം നിജഭൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷ് അഖിലേഷുജാത്മനഃ അദൃശ്യതാത് അദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ആ വാക്ക് ശ്ലോകം വളരെ പ്രധാനമാണ്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. ഭഗവാൻ എന്തിനാണ് കൂടുതൽ നിന്ന് അവതരിച്ചത്? തന്റെ ഭൃത്യന്റെ വാക്കിന്റെ സത്യമാക്കാൻ. രണ്ട് ഭൃത്യന്മാരെ കാണാം അവിടെ. ഒന്ന് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ എന്ത് പറഞ്ഞു? അച്ഛാ, എന്റെ നാരായണൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ആ ഭൃത്യനായിരിക്കുന്ന പ്രഹ്ലാദന്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി അവിടുന്ന് അവതരിച്ചു. രണ്ടാമത്തെ ഭൃത്യനാരാണ്? ഭഗവാന്റെ പുത്രനും ഭക്തനുമായിരിക്കുന്ന ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ പറഞ്ഞ എന്താ? പിന്നെ മനുഷ്യൻ കൊല്ലില്ല, മൃഗം കൊല്ലില്ല, പകൽ കൊല്ലില്ല, രാത്രിയിൽ കൊല്ലില്ല, ഇന്ന് അനുഗ്രഹം കൊടുക്കും. അപ്പൊ ആ ഭക്തന്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി സത്യം വിനാദും നിജഭൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷ് അഖിലേഷുജാത്മനഃ അദൃശ്യതാത് അദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. മൃഗമാണോ? അല്ല. മനുഷ്യനാണോ? മനുഷ്യന്റെ ഉടലും മൃഗത്തിന്റെ ശിരസ്. ചടകളൊക്കെ ഇങ്ങനെ പാടി പറന്ന് തീക്ഷ്ണങ്ങളായ കണ്ണുകളോടുകൂടി വായിൽ ദംഷ്ടങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് കൂർമ്പിച്ച ചെവികൾ, 4 കൈകൾ, 2 കൈയിൽ ശംഖവും ചക്രവും അണിഞ്ഞ് 2 കൈ മൂർത്ത നഖങ്ങളെ കൊണ്ട് ഭഗവാൻ അന്തരിച്ചു. ഹിരണ്യകശിപുവിനോട് അല്പമൊക്കെ മൽപ്പിടുത്തും രസകൾ. ഇതെന്ത് ചെയ്തു? സന്ധ്യാസമയം സമാഗതമായപ്പോ തന്റെ മടിയിൽ മലർത്തിക്കിടത്തി കൊട്ടാരത്തിന്റെ പ്രധാന വാതിൽപ്പടിയിൽ ആകാശവും ഭൂമിയും അല്ലാത്ത മടിത്തട്ടിൽ ബ്രഹ്മദേവന്റെ സൃഷ്ടിയല്ലാത്ത സാക്ഷാൽ ഭഗവാൻ, പകലും രാത്രിയുമല്ലാത്ത സന്ധ്യയിൽ, അകത്തും പുറത്തുമല്ലാത്ത ഉമ്മറപ്പടിയിൽ, ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ നഖം കൊണ്ട് എന്ത് ചെയ്തു? വലിച്ചു. ആന്ത്രമാലീജനാർദ്ധന ഉടൽമാലകൾ ശിരസിലാണ്. കോപിഷ്ഠനായെന്ന് മാത്രമല്ല, ഈ ശരീരത്തെ എടുത്ത് ദൂരേക്കുന്നത്. കാരണം എന്താ? ഈ ശരീരത്തോട് ഏതൊരാൾക്കും പ്രിയമുണ്ടാകുന്നത് ആത്മാവുള്ളത്. പണ്ട് സതീ പരമേശ്വരിയോട് മഹാദേവൻ പറഞ്ഞു, സതീ പരമേശ്വരി മഹാദേവന്റെ വാക്കിനെ ധിക്കരിച്ച് ദക്ഷയാഗശാലയിൽ ചെന്നപ്പോ ദക്ഷ പ്രജാപതിയോട് പറഞ്ഞു, ഹേ ദക്ഷ, അങ്ങക്കറിയാമോ ഏതൊരു വസ്തുവിലും പ്രിയമുണ്ടാകണത് അവിടെ ആത്മചൈതന്യമുള്ളത്. ആത്മചൈതന്യമില്ലാത്ത വസ്തുവിനെ അത് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട ആര് മൃത്യു പ്രാപിച്ചാലും നമുക്കൊരു പരിധി വരെ ആ ബോഡിയോടൊപ്പം പോകാൻ പറ്റും. ഭഗവാൻ ദൂരേക്ക് അതിക്രോധസ്വരൂപനായിട്ട് ഭഗവാൻ ഇരിക്കും. അതിക്രോധസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഇരിക്കുമ്പോ ഭഗവാന്റെ അടുത്ത് ബ്രഹ്മദേവനെ 33 വിഭാഗത്തിൽപ്പെട്ട ദേവന്മാർ സ്തുതിച്ചു. കോപം അടക്കം കിട്ടി. ലക്ഷ്മിദേവി അയച്ചു. ലക്ഷ്മിദേവി ഓടിക്കും. നോക്കിയോ, പ്രഹ്ലാദൻ ഒരു ഭാഗത്ത് കൈകൾ കൂപ്പി നിർനിമേഷനായി കണ്ണിൽ നിന്ന് ആനന്ദാശ്രു ഭഗവാനെ ദർശിച്ച തന്നെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ പ്രത്യക്ഷമായ സന്തോഷത്തിൽ ആനന്ദാശ്രു പൊഴിച്ചുകൊടുത്തു. ബ്രഹ്മദേവൻ പറഞ്ഞു, പ്രഹ്ലാദ, നീ തന്നെ രക്ഷ. നീ ചെന്നാൽ ഭഗവാന്റെ കോപമാണ്. നേരെ ചെന്നു. എന്റെ നേരെ വരുന്ന പ്രഹ്ലാദനെ നോക്കി ഭഗവാൻ. ദംഷ്ട്രകളൊക്കെ പുറത്തേക്ക് വന്ന് കണ്ണിൽ അഗ്നിയൊക്കെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ തന്റെ ഭക്തനെ വാരിയെടുത്ത് മടിയിൽ വെച്ചു. ദംഷ്ട്രകൾ ഉള്ളിലേക്ക് വലിഞ്ഞു. കണ്ണുകളിലെ അഗ്നിസ്ഫുലിങ്ങളൊക്കെ ഇറങ്ങി. ഹൈരഹങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു. തന്റെ ഭക്തന്റെ ശിരസിൽ തലോടി നെറുകയിൽ ചുംബിച്ചു. പ്രഹ്ലാദൻ എന്ത് ചെയ്തു? വിശേഷമായിട്ട് ഭഗവാന്റെ മടിയിൽ നിന്ന് താടി ഇറങ്ങി നമസ്കരിച്ചിട്ട് സ്തുതിച്ചു. ആ സ്തുതി നമ്മൾ ആചാര്യൻ പറഞ്ഞു നാളെ നമ്മൾ വിസ്തരിക്കും. പ്രഹ്ലാദനോട് ചോദിക്കുന്നുണ്ട്, കുറ്റേ നിനക്ക് എന്തു വരം വേണം? പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാനെ എന്തു വരം കിട്ടും ഒരു കാര്യമില്ല. കാരണം എന്താ? വലിയ വരം വാങ്ങി എന്റെ അച്ഛൻ തന്നെ കിടന്നു. എന്ത് വരം വാങ്ങി? അകത്ത് വെച്ചു കൊല്ലരുത്, പുറത്ത് വെച്ചു കൊല്ലരുത് എന്നൊക്കെ വരം വാങ്ങിയാണല്ലേ. ഭഗവാനെ ഇതേ കിടക്കും. എനിക്ക് വരമൊന്നും വേണ്ട, എങ്കിലും നീ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ അച്ഛന് മുക്തി കൊടുക്കണം.
അപ്പോഴയക്ക് വേണ്ടി ചോദിക്കണില്ല. അവസാനം ചോദിച്ചു, തനിക്ക് വേണ്ടി താൻ വരം ചോദിക്കൂ, എന്നിട്ട് ഞാൻ അപ്രത്യക്ഷമാണ്. ലോകചരിത്രത്തിൽ ഒരാളും ചോദിക്കാത്ത ഒരു വരം ചോദിച്ചു പ്രസാദ്. എന്താ ചോദിച്ചതറിയാമോ? ഭഗവാനെ, അങ്ങനെയാണെങ്കിൽ ഒരു വരം തരണം, ഒരിക്കലും വരം ചോദിക്കുന്നത് തോന്നരുതെന്ന് പറയാം. ഒരിക്കലും തോന്നരുത്. ആ ഭക്തപ്രഹ്ലാദന്റെ മാഹാത്മ്യം വളരെ വലുതാണ്. കാരണം എന്താ? ഭക്തി പ്രഹ്ലാദനോടൊപ്പം ഭഗവത്. ഇവിടെ ഈ ഭഗവത് കാരുണ്യം, ഇതിനെ ഈ ചരിത്രത്തിന്റെ അവസാനം പറയുന്നു, ഈ ഭഗവത് കാരുണ്യം എല്ലാവരിലും ഉണ്ട്, നമ്മളിലെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാവരിലും തുല്യ രൂപത്തിൽ കാണപ്പെടാത്തത് എന്തുകൊണ്ടാണ്? കർമ്മവാസന കൊണ്ട്. നമ്മൾ വിചാരിക്കും, ആദ്യം പറഞ്ഞതാണ് കുറച്ചു പേരുടെ ഭഗവാന് കൂടുതൽ പ്രിയം, കുറച്ചു പേരുടെ പ്രിയം കൂടുതൽ, എല്ലാവരിലും ഒരേ ഭാവം. പക്ഷെ കർമ്മവാസന കൊണ്ട് അതെന്ത് ചെയ്യുന്നു? അത് പ്രകടമാകുന്നില്ല. കർമ്മവാസന 3 വിധമാണ്. 1 ദൈവികം, 2 മാനവീയം, 3 ആസുരീയം. ദൈവികമായ വാസനകൾ നമ്മൾ വളർത്താൻ ശ്രമിക്കുക, അതാണ് പ്രഹ്ലാദം. ആസുരിക വാസനയുടെ പ്രകടനമാണ് ആര്? ഹിരണ്യകശിപു. ഇനി മാനവീയ വാസന എന്നതാണ് നമുക്ക് കേൾക്കാം, പുരുഷന് കൊടുക്കുന്ന ഉപദേശം. എന്തായാലും പ്രഹ്ലാദനാകാനും നമ്മളെ പറ്റില്ല, ഇപ്പൊ നമുക്ക് പറ്റില്ലേ. പക്ഷേ പ്രഹ്ലാദ് നൽകിയിരിക്കുന്ന 9 നവതാഭക്തി ഉണ്ട്. നാരദ മഹർഷി നൽകിയ നവതാഭക്തി മാർഗങ്ങൾ, ആ മാർഗത്തിൽ കൂടി നമുക്ക് സഞ്ചരിക്കാൻ ഈ സത്സംഗവും നമ്മളെ സഹായിക്കട്ടെ. ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യജ്ഞത്തിന്റെ ബഹുമാനായിരിക്കുന്ന ആചാര്യൻ, വളരെ ആദരനായിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മുളേരി രഞ്ജിത്ത് നമ്പൂതിരി അവർ, അതേപോലെ പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ച തന്ത്രിമുഖ്യൻ വിദേശകൾ, മറ്റ് ക്ഷേത്ര ഭാരവാഹികൾ, ട്രസ്റ്റാംഗങ്ങൾ, മറ്റ് ഭക്തജനങ്ങൾ, ഇവർക്കെല്ലാം ആനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ എല്ലാവിധ കൃപാകടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് സമർപ്പിക്കാം. എല്ലാവരും നേരെ ഇരുന്ന് ജപിക്കുക. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാവരും 2 കൈകളൊന്ന് മുകളിലേക്ക് ഉയർത്തി ഉറക്കെ ജപിക്കണം കേട്ടോ. ഹര ഹര മഹാ